ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ ദൈവജനമായി ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം വിതയും കൊയ്ത്തും എന്നുള്ള വിഷയമാണ്. ഞാൻ വന്നപ്പോൾ തന്നെ ചിലവ് ചോദിച്ചു, എന്തോ ഈ പറയാൻ പോകുന്നു ഈ വിതയും കൊയ്ത്തിനകത്തുനിന്ന് എന്ന് പലരും എന്നോട് ചോദിക്കുകയുണ്ടായി. ഒന്നുമില്ല, നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഡെയിലി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് വിതയും കൊയ്ത്തും എന്നുള്ളത്. അപ്പം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ളൊരു വാക്കാണല്ലേ വിതയും കൊയ്ത്തും എന്നുള്ളത്. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിന് എന്തുകൊണ്ടാണ്? ഒരു വിതയും കൊയ്ത്തും ഉള്ളതുകൊണ്ടാണ്. നമുക്ക് വിതയ്ക്കുന്നു, കൊയ്യുന്നു, ആഹാരം നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് തന്നെ ഒരു വിതയും കൊയ്ത്തും ഉള്ളതുകൊണ്ടാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലും ഒരു വിതയും കൊയ്ത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടെന്ന് നമ്മൾ എത്ര പേർ ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ചിന്തിച്ചിട്ടുള്ളവർ കാണും, ചിന്തിക്കാത്തവരും പക്ഷേ കാണും. പക്ഷേ വിജയങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, ഞാൻ വിതച്ചതിൻ്റെ ഫലമാണ് ഞാൻ കൊയ്യുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിക്കുമ്പോൾ അവരെന്ത് ചിന്തിക്കും? ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു അല്ലേ, ഞാൻ ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ചു, അല്ലെങ്കിൽ 90% വാങ്ങിച്ചു, എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്. അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അങ്ങനെ ഒരു വസ്തുക്കളും വീടുകളൊക്കെ സമ്പാദിക്കുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കും? എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇതെന്ന് ചിന്തിക്കും. എന്നാൽ പരാജയങ്ങൾ വരുമ്പോൾ നമ്മളങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഞാൻ വിതച്ചതിൻ്റെ ഫലമാണ് ഞാൻ കൊയ്യുന്നു നമ്മളങ്ങനെ ചിന്തിക്കാറുണ്ടോ? ചിന്തിച്ചിട്ടുള്ളവർ കാണും. എല്ലാ ജീവിതത്തിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും നമ്മളങ്ങനെ പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് അങ്ങനെ ഞാൻ പറയുന്നില്ല. എന്നാൽ നമ്മളങ്ങനെ ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ഞാൻ വിതച്ചതിൻ്റെ ഫലമായിട്ടാണോ ഞാൻ കൊയ്യുന്നത് നമ്മൾ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് അല്ലെ. വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ എന്താ വിതയ്ക്കുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ ഓരോ മിനിറ്റിലും സെക്കൻഡിലും എന്ത് ചെയ്യുക? നമ്മളിങ്ങനെ വിതച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ കൊയ്ത്ത് തിരിച്ച് നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ചിലപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല, നമ്മളത് പലപ്പോഴും അറിയാതെ പോകുന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. അപ്പം നമുക്കറിയാം, വിതയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു കൃഷിക്കാരനെ വിതയ്ക്കണമെങ്കിൽ എന്ത് വേണം? വിത്ത് വേണം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിതയ്ക്കണമെങ്കിൽ വിത്ത് ആവശ്യമാണ്. ഇപ്പോൾ 2 തരം വിത്തുകളാണ് നമുക്ക് വിതയ്ക്കാനായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 8-ാം വാക്യം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ഇതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും 2 തരം വിത്തുകളാണ് ഉള്ളത് അല്ലേ. ഒന്നെന്താ? ജഡത്തിൽ വിതയ്ക്കുന്ന വിത്തുകളും ഉണ്ട്, ആത്മാവിൽ വിതയ്ക്കുന്ന വിത്തുകളും ഉണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് ജഡത്തിൽ വിതയ്ക്കുന്ന വിത്തുകളെ പറ്റി വളരെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. വിത്തുകളെ പറ്റി എന്താ ജഡത്തിൽ വിതയ്ക്കുന്ന വിത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? ജഡത്തിൻ്റെ നിയന്ത്രണത്തിൽ നാം വിതയ്ക്കുന്ന വിത്തുകളെയാണ് ജഡത്തിൽ വിതയ്ക്കുന്ന വിത്തുകളെന്ന് പറയുന്നത്. ജഡത്തിൻ്റെ നിയന്ത്രണത്തിൽ നാം വിതയ്ക്കുന്ന വിത്തുകൾ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ അതിൽ കുറേ ലിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ജഡത്തിൽ വിതയ്ക്കുന്ന വിത്തുകളാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം അത് ഞാൻ വായിക്കാം. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്. ഇനിയും പറയാൻ കഴിയും. ഇതൊക്കെയാണ് ജഡത്തിൽ വിതയ്ക്കുന്ന വിത്തുകൾ. അപ്പോൾ ചിന്തിച്ചാൽ തന്നെ നമുക്കറിയാം, ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ നമ്മൾ വിതച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഒരുപക്ഷെ മദ്യപാനമൊന്നും ചെയ്ത് കാണത്തില്ല, അല്ലെങ്കിൽ വെറുക്കൂത്തോ ദുർനടപ്പൊന്നും ചെയ്ത് കാണത്തില്ല. പക്ഷേ ചിലപ്പോൾ അസൂയ വന്നിട്ടുണ്ടാകാം അല്ലേ, ക്രോധം വന്നിട്ടുണ്ടാകാം, പിണക്കം വന്നിട്ടുണ്ടാകാം, പക വന്നിട്ടുണ്ടാകാം. അപ്പം നമ്മളും ഈ വിത്തുകളൊക്കെ ചില സമയത്ത് നമ്മൾ അറിയാതെ വിതച്ച് പോയിട്ടുണ്ട്. എന്നാൽ 2ാമത്തെ വിത്ത് എന്താ? ആത്മാവിൽ വിതയ്ക്കുന്ന വിത്ത്. അതെന്താ? അത് ഈ പറഞ്ഞ പോലെ തന്നെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ വിതയ്ക്കുന്ന വിത്തുകളെയാണ് ആത്മാവിൽ വിതയ്ക്കുന്ന വിത്ത് എന്ന് പറയുന്നത്. അതിൽ ഞാൻ എക്സാമ്പിൾസ് നമുക്കറിയാമല്ലേ, പ്രാർത്ഥന അതൊരു വിത്താണ്. പിന്നെ കർത്താവിന് കൊടുക്കുന്നത് ഒരു വിത്താണ്. പിന്നെ സുവിശേഷ വേല, അതുപോലെ സൽപ്രവൃത്തികൾ ചെയ്യുക, മറ്റുള്ളവരുടെ കരുണ കാണിക്കുക, ഇതൊക്കെ എന്താ? ആത്മാവിൽ വിതയ്ക്കുന്ന വിത്തുകളാണ്. ഇതൊക്കെയാണ് നമ്മൾ വിതയ്ക്കുന്ന വിത്തുകൾ. പക്ഷെ നമ്മൾ കൊയ്യുന്നത്, നമ്മൾ എന്ത് വിതയ്ക്കുന്ന അനുസരിച്ചായിരിക്കും നമ്മൾ കൊയ്യാനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ നാം വിത്തുകളെ പറ്റി കണ്ടു. ഇനി നമുക്ക് വിതയും കൊയ്ത്തിൻ്റെയും ചില പ്രമാണങ്ങൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1ാമത്തെ പ്രമാണം എന്ന് പറഞ്ഞാൽ, ഈ വിതയും കൊയ്ത്തിൻ്റെയും പ്രമാണം എല്ലാവർക്കും ബാധകമാണ്. ലോകത്തിലുള്ള സകലമാന മനുഷ്യർക്കും ഈ പ്രമാണം ബാധകമാണെന്ന് കാണാനായിട്ട് സാധിക്കും. അത് വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ഇല്ല. നമ്മൾ വിശ്വാസികൾക്ക് മാത്രമാണ് കാണുന്നത്.
ലോകത്തില്ല. ഒരാൾ തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും, നമ്മളതിൻ്റെ ഫലം കൊയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വിശ്വാസിയും അവിശ്വാസിയും എന്ന വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും ബാധകമായ ഒരു പ്രമാണമാണ് ഈ വിധേയം കൊയ്ത്തിൻ്റെയും പ്രമാണം. ഇറ്റ്സ് എ ലോ ഓഫ് ലൈഫ് അല്ലേ. നമ്മൾ ചില കാര്യങ്ങൾ പ്രമാണത്തിൽ അതങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് വെച്ചേക്കുന്നതെന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ അത് ആ പ്രമാണം എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു പ്രമാണമാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യം, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഇപ്പം എന്താ പറഞ്ഞേക്കുന്നത്? മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നീതിമാൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുന്നല്ല, അല്ലെങ്കിൽ അവിശ്വാസം വിതയ്ക്കുന്നതല്ല, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. പിന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്താ, നാം അറിഞ്ഞോ അറിയാതെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പോഴും ഞാൻ വിതച്ചുകൊണ്ടിരിക്കുക വചനം അല്ലേ. നമ്മൾ വർത്താനം പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോഴല്ല നമ്മളിങ്ങനെ വിതച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. പക്ഷേ പലപ്പോഴും എന്താ, ഈ പ്രമാണത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാർ അല്ല അല്ലേ. അതുകൊണ്ടല്ലേ ഈ ലോകത്തിൽ ഇത്രയും കൊലപാതകങ്ങളും അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോകുന്നതോ അല്ലെങ്കിൽ അങ്ങനെ വഷളത്വം നിറഞ്ഞ കാര്യം നടക്കുന്നതിൻ്റെ കാര്യം എന്തുകൊണ്ടാണ്? വിശ്വാസികൾ തന്നെ തെറ്റായ കാര്യം നടക്കുന്നത് എന്തുകൊണ്ട്? ഈ പ്രമാണത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ലാത്തതുകൊണ്ടാണ് ഇത് നടക്കുന്നത്. രണ്ട് തരത്തിലുള്ള മനുഷ്യരെ കാണാം. ഒന്നെങ്കിൽ അവരങ്ങനെ വിശ്വസിക്കുന്നേ ഇല്ല, അങ്ങനെ വിധേയം കൊയ്ത്തൊന്നും ഇല്ല, അതൊക്കെ നമ്മൾ ഇഷ്ടപോലെ ജീവിക്കുക, ഈ ഇവിടെ ജീവിതം അവസാനിക്കുക എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. വേറൊരു കൂട്ടം മനുഷ്യരുണ്ട്, വേറെ കൂട്ടം ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യരുണ്ട്, അവരങ്ങനെ രീതിയിൽ പോകുന്നു. വേറൊരു കൂട്ടം മനുഷ്യരുണ്ട്, അവരെന്ത് ചെയ്യും, വിധേയം കൊയ്ത്തൊക്കെ ഉണ്ട്, പക്ഷെ ദൈവം സ്നേഹവാനല്ലേ അല്ലേ. ദൈവം സ്നേഹമുള്ളതുകൊണ്ട് അതൊക്കെ ദൈവം അങ്ങ് മറന്നു. ഇത്രയും മനുഷ്യരുടെ ഇടയിൽ നമ്മൾ ചെറിയുന്ന ഒരു തെറ്റാണോ ദൈവം? ഒരാളോട് ഒന്ന് പിണങ്ങി, ദൈവം അത് ഓർത്തിരിക്കാൻ പോകുന്നു, അതൊക്കെ ദൈവം അങ്ങ് മറന്നു പോകുന്നു വിചാരിച്ച് അല്ലേ. അങ്ങനെ എന്ത് ചെയ്യുന്നു, അങ്ങനെ നമ്മളൊരു ആ പാപത്തെ അതിൽ ലാഘവം കുറച്ച് കണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അതുകൊണ്ടാണ് ഈ ലോകത്തില്ലേ ഇപ്പം നമ്മൾ ഈ ഇടത്ത് തട്ടിക്കൊണ്ടു പോയെന്ന് കണ്ടു. എന്തുകൊണ്ട് തട്ടിക്കൊണ്ടു പോയത്? അവരെന്താ പറഞ്ഞേ? പലരും പണം ഉണ്ടാക്കുന്നത് എങ്ങനെ, ഈ അനീതിയുടെ മാത്രമേ പണം ഉണ്ടാക്കുന്നു. അപ്പം ഞങ്ങളും വിചാരിച്ചു എന്നാൽ അങ്ങനെ ചെയ്ത് കുറേ പണം ഉണ്ടാക്കാമെന്ന്. പക്ഷെ അവരെന്ത് ചിന്തിച്ചില്ല, ഇത് ചെയ്താൽ ഒരു കൊയ്ത്തുണ്ടോ എന്നുള്ള കാര്യം അവർ ചിന്തിച്ചില്ല. പക്ഷെ ഇന്നത്തെ വ്യത്യാസമാണ്. കാരണം അങ്ങനെ ഒരു തെറ്റായ പ്രവൃത്തി ചെയ്ത് ജയിലിൽ കിടക്കുന്നതാണ് ഏറ്റവും സുഖമായ കാര്യം. പുറത്തിറങ്ങിയ ജോലിയില്ല, അവിടെ ചെന്നാൽ ജോലിയുണ്ട്, ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട്, സുഖമായ എല്ലാം ഉണ്ട്. അതുകൊണ്ട് ആൾക്കാർ ചെയ്യാൻ ധൈര്യപ്പെടുന്നു. കാരണം എന്താ, പുറത്തിറങ്ങി വീട്ടിൽ ജീവിച്ച ജോലിയില്ല, പട്ടിണിയും കഷ്ടപ്പാട്. ജയിലിൽ ചെന്നാൽ ഇന്ന് എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് ആൾക്കാർ ആ കൊയ്ത്തിനെ പറ്റി അങ്ങനെ ഓർക്കുന്നില്ല. പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ കയ്യിലെ കൊയ്ത്തിൽ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് നമുക്ക് കഴിയത്തില്ല കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം പറഞ്ഞ പ്രമാണം എന്ന് പറഞ്ഞാൽ വിധേയം കൊയ്ത്തിൻ്റെയും പ്രമാണം എല്ലാവർക്കും ബാധകമാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യമാണ് അതിന് ആധാരമായിരിക്കുന്നത്. രണ്ടാമത്തെ പ്രമാണം എന്ന് പറഞ്ഞത് നാം വിതയ്ക്കുന്നത് നാം കൊയ്യും. വി റീപ് വാട്ട് വി സോ. നാം വിതയ്ക്കുന്നത് നാം കൊയ്യും അല്ലേ. അത് നല്ലൊരു കാര്യമല്ലേ. നാം വിതയ്ക്കുന്ന, പ്രത്യേകിച്ച് ദൈവത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക്, നന്മ ചെയ്യുന്നവർക്ക്, നീതിയോടെ ജീവിക്കുന്നവർക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം എന്താ, ഞാൻ വിതച്ചത് എനിക്ക് ദൈവം ഒരു കൊയ്ത്ത് നൽകുന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. എന്നാൽ തിരിച്ചോ, ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരെ സംബന്ധിച്ചോ ഈ പ്രമാണം വളരെ ത്രട്ടണിങ്, വളരെ ഭയപ്പെടുത്തുന്ന ഒരു പ്രമാണമോ ചിന്തയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും നമുക്ക് അനുസരണക്കേട് വിതച്ചിട്ട് ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കാമെന്ന് നമ്മൾ വിചാരിക്കാനായിട്ട് പാടില്ല. അനുസരണക്കേട് വിതച്ചിട്ട് ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കാം നമ്മൾ ചിന്തിക്കാനായിട്ട് പാടില്ല അല്ലേ. കാരണം നമ്മൾ പാവയ്ക്കയുടെ അരി നട്ടിട്ട് അതിനകത്ത് ഇപ്പോൾ പയറുണ്ടാവും എന്ന് പറഞ്ഞ് നോക്കിയിരുന്നുണ്ടാവുമോ? ഇല്ല. പാവയ്ക്കയുടെ അരി നട്ടാൽ എന്തുണ്ടാകത്തുള്ളൂ? കയ്പുള്ള പാവയ്ക്ക ഉണ്ടാകാനായിട്ട് പോകുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് കാണിച്ചിട്ട് ദൈവം ഇപ്പം എന്നെ അനുഗ്രഹിക്കുന്നു പറഞ്ഞ് നോക്കിയിരുന്നാൽ അതിൽ യാതൊരു കാര്യവും ഇല്ല അല്ലേ. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. 28-ാം അധ്യായം 2-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ വയലിലൊക്കെ അനുഗ്രഹിക്കപ്പെടുന്ന പറഞ്ഞത് എന്താ? വാക്ക് കേട്ട് അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് സിദ്ധിക്കും. 28-ാം അധ്യായം 15-ാം വാക്യത്തിൽ വരുമ്പം പറയുന്നുണ്ട്, അനുസരിച്ച് നടന്നില്ലെങ്കിൽ ശാപം വരുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ട്, അനുസരിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു കൊയ്ത്തുണ്ടാകാനായിട്ട് കഴിയുള്ളൂ. പക്ഷേ പലപ്പോഴും നമ്മളിത് മറന്നു പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അനുസരിക്കാനൊന്നും തയ്യാറല്ല. പക്ഷെ ദൈവം എന്ത് ചെയ്യണം? ദൈവം നമ്മളെ അനുഗ്രഹിക്കണം. നമ്മളിങ്ങനെ പ്രതീക്ഷിച്ച് ഇരിക്കും. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളോട്, ഇപ്പം എൻ്റെ ഇളയ മോനുണ്ട്, പിന്നെ ഞാൻ ചിലപ്പോൾ പറയും, ആ മോനിന്ന് മീറ്റിങ്ങിന് പോയിട്ട് ഗുഡ് ബൈ അടങ്ങിയിരിക്കണം, അടങ്ങിയിരുന്നാൽ വീട്ടിൽ വരുമ്പോൾ ഞാൻ ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറയും. മനസ്സിലെന്താ? ചോക്ലേറ്റിൻ്റെ ചിന്തയാണ്. കുറേ കഴിയുമ്പോൾ പറയും ചോക്ലേറ്റ് താന്നും പറഞ്ഞ് അല്ലേ. പിന്നെ നമ്മൾ അതിനെ അടക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമുക്ക് പറഞ്ഞത് അബദ്ധമായി പോയല്ലോ എന്ന് ചിലപ്പം ചിന്തിക്കും. എന്ന് പറഞ്ഞല്ല, ദൈവത്തോട് ദൈവം അനുസരിച്ച് തരാം. ദൈവം പറയും അനുസരിക്കാനും വയ്യത്താ, അനുഗ്രഹത്തെ ഇങ്ങത്താ. എന്നിട്ട് നമ്മൾ പിണങ്ങും അല്ലേ. ഞാൻ രക്ഷിക്കപ്പെട്ടില്ലേ, വേർപെട്ട് വന്നില്ലേ, എന്നിട്ട് എനിക്ക് എന്താ എല്ലാവരും അനുഗ്രഹിക്കപ്പെടാത്തെന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തോട്
വണങ്ങും. പക്ഷെ ദൈവം എന്താ പറഞ്ഞേ? നീ വിത്ത് വിതച്ചാൽ വിതയ്ക്കുന്നത് തന്നെ നീ കൊയ്യാനായിട്ട് പോകുന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഉദാഹരണം പറയാം. നമുക്കറിയാം കയ്യിൻ്റെയും ഹാബേലിൻ്റെയും സംഭവം അല്ലേ, ബൈബിളിലുള്ള ഉദാഹരണം തന്നെ. നമുക്കറിയാം, രണ്ടുപേരും എന്ത് ചെയ്തു? യാഗം കഴിക്കാനായിട്ട് പോയി. ദൈവം അവിടെ പറഞ്ഞിരുന്നു, യാഗം കഴിക്കുമ്പോൾ മൃഗത്തെ യാഗം കഴിക്കണം, വ്യക്തമായിട്ട് ഇവർക്ക് അറിയാവുന്ന കാര്യമാണ്. ഹാബേൽ എന്ത് ചെയ്തു? ദൈവത്തെ അനുസരിച്ച് ആട്ടിൻകുട്ടിയെ യാഗം കഴിച്ചു. കയ്യിൻ എന്താ ചെയ്തേ? കൈ വിചാരിച്ചോ അങ്ങനൊന്നും ഇല്ലല്ലേ, ഇപ്പം എൻ്റെ ജോലി കൃഷിയാണ്, കൃഷിയിൽ ഞാൻ അളിഞ്ഞതൊന്നും കൊടുക്കുന്നില്ല, ഏറ്റവും നല്ല കൃഷിയിൽ ബെസ്റ്റ് തന്നെ ദൈവത്തിന് കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? പോയി യാഗം കഴിച്ചു. എന്താ സംഭവിച്ചത്? ദൈവം ഹാബേലിൻ്റെ യാഗത്തിൽ പ്രസാദിച്ചു, കയ്യിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. അപ്പോൾ അവിടെ എന്താ ഉണ്ടായത്? അപ്പോഴത്തേനും കയ്യിന് കോപം ഉണ്ടായി. ആ കോപം പിന്നെ പകയായി. പക പിന്നെ എന്തായി? കൊലപാതകത്തിൽ അവസാനിച്ചത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? എന്താ വിതച്ചത് അവിടെ? ഹാബേൽ അനുസരണം വിതച്ചു, കയ്യിൻ അനുസരണക്കേട് വിതച്ചു. ഹാബേൽ അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു, കയ്യിൻ എന്ത് ചെയ്തു? ശപിക്കപ്പെട്ടവനായിട്ട് തീർന്നു. നമുക്കറിയാം, ദൈവം കയ്യിനെ ശപിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്തു പറഞ്ഞേ? നീ ദേശം വിട്ട് പോകണം, പിന്നെ നീ കൃഷി ചെയ്യും, നിലം അതിൻ്റെ വീര്യം തരികയില്ല, നീ ഭൂമിയിൽ ഉഴലുന്നവൻ ആകും. കണ്ടോ? ദൈവത്തെ അനുസരിച്ചാൽ അല്ലേ, യാഗം കഴിച്ചു, ദൈവം അതും നോക്കിയില്ല, നീ യാഗം കഴിച്ചെന്നുള്ള സത്യമാണ്. പക്ഷെ ദൈവം അതിനൊന്നും മാർക്കിട്ടില്ല. ദൈവം എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞതുപോലെ ആ കൽപ്പന അനുസരിച്ച് ചെയ്തെങ്കിൽ മാത്രമേ നിനക്ക്, നീ നിന്റെ നല്ല സാധനമാണോ കൊടുത്തതൊന്നും ദൈവത്തിന് അറിയണ്ട, ദൈവം പറഞ്ഞ പ്രമാണം അനുസരിച്ച് ചെയ്തെങ്കിൽ മാത്രമേ നല്ലൊരു കൊയ്ത്ത് ലഭിക്കുകയുള്ളൂ അല്ലേ. ഹാബേൽ അനുസരണം വിതച്ചു, കയ്യിൻ അനുസരണക്കേട് വിതച്ചു, കയ്യിന് ശപിക്കപ്പെട്ടവനായിട്ട് തീർന്നു. ഹാബേൽ അവിടെ ദൈവം പ്രസാദിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അത് ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നതാണ്. ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അപ്പോൾ നാം വിതയ്ക്കുന്ന എന്താണോ അത് മാത്രമേ നമ്മൾ കൊയ്യാനായിട്ട് പോകത്തുള്ളൂ. നമ്മളല്ലാതെ നമുക്ക് തോന്നുന്ന പോലെ ജീവിച്ചിട്ട് അല്ലേ നല്ല കൊയ്ത്തിന് വേണ്ടി കാത്തിരുന്നാൽ ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല. കൃഷിക്കാരന് നമ്മൾ ലോകത്തിൽ നോക്കിയത്, കൃഷിക്കാരൻ എങ്ങനെ? കൃഷിക്കാരൻ എന്ത് വിത്ത് നടന്നു അതിൻ്റെ ഫലമേ ലഭിക്കാനായിട്ട് പോകുന്നുള്ളൂ. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്, ആ പ്രമാണം നമ്മൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ നല്ലൊരു കൊയ്ത്ത് നമുക്ക് ലഭിക്കാനായിട്ട് ദൈവം ഇടവരുത്തും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത്, നാം വിതയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ കൊയ്യും. വി റീപ് മോർ ദാൻ വി സോ. നാം വിതയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ കൊയ്യും. നമുക്കറിയാം, കൃഷിക്കാരൻ കൃഷി ചെയ്യുമ്പോൾ എന്താ പ്രതീക്ഷിക്കുന്നത്? ഒരു വലിയ കൊയ്ത്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് കൃഷി ചെയ്യുന്നത് അല്ലേ. അല്ലാതെ ഒരു പയറിൻ്റെ മണി നട്ടു, ഒരു പയറിലുണ്ടായി, അതിൽ ഒരു പയറുണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കൃഷി ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നവരാരും, കൃഷിക്കാരൻ പോയിട്ട് നമ്മൾ പോലും ചെയ്യുമ്പോൾ എന്താ ആഗ്രഹിക്കുന്നത്? വലിയ പ്രതീക്ഷയോടാണല്ലേ ഒരു വിത്തൊക്കെ നട്ടിട്ട് നമ്മൾ ഇരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ദൈവവും ആ പ്രമാണം തന്നെയാണ്. നാം വിതയ്ക്കുന്നതിനേക്കാൾ കൂടുതലാണ് ദൈവം നമുക്ക് കൊയ്ത്ത് തരാനായിട്ട് പോകുന്നത്. അത് പാപത്തിൽ ജീവിക്കുന്നവർക്കും അതെ, നീതിയോടെ ജീവിക്കുന്നവർക്കും ഈ പ്രിൻസിപ്പിൾസ് എല്ലാം രണ്ടും ബാധകം കേട്ടോ. പലപ്പോഴും നമ്മൾ വിധേയം കൊയ്ത്തുനിന്ന് കേൾക്കുമ്പം ഒന്നുകിൽ നമ്മൾ നെഗറ്റീവ് സൈഡില്ല, പാപം ചെയ്തതിൻ്റെ ഫലം കൊയ്തു, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും നല്ല നന്മ ചെയ്താൽ നമുക്ക് കൊയ്ത്ത് കിട്ടും. ഇത് പാപത്തിൽ ജീവിക്കുന്നവർക്കും നീതിയോടെ ജീവിക്കുന്നവർക്കും രണ്ടു പേർക്കും ഈ പ്രിൻസിപ്പിൾസ് എല്ലാം ബാധകമാണ്. നമുക്ക് ഏറ്റവും കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. ദൈവത്തിന് കൊടുക്കുന്നത് അല്ലേ, ആത്മാവിൽ വിതയ്ക്കുന്ന വിത്താണല്ലോ ഗിവിങ്, ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ്. മലാക്കി 3-ാം അധ്യായം 10-ാം വാക്യം. മലാക്കി 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരും. എന്ത് ചെയ്യുന്ന പറഞ്ഞേ? ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുമ്പോൾ നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ല. കണ്ടോ? ദശാംശം പോലും വിശ്വസ്തമായി 100 രൂപ കിട്ടി, നിങ്ങൾ 10 രൂപ ഇട്ടാൽ പോലും ദൈവം എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്? സ്ഥലം പോരാതെ വരുമ്പോൾ നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്ന്. അപ്പം നോക്കിക്കേ, ഇപ്പം ദശാംശം കൊടുത്താൽ പോലും ദൈവം അനുഗ്രഹിക്കുന്നത് എങ്ങനെ? നിങ്ങൾക്ക് 100 രൂപ കിട്ടി 10 രൂപ കൊടുത്ത് നിങ്ങൾക്ക് അടുത്ത 10 രൂപ തരും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്താ? ആകാശ കിളിവാതിലുകളെ തുറന്ന് നിങ്ങൾക്ക് ധാരാളം. അപ്പോൾ നമ്മൾ വിതയ്ക്കുന്നതിനേക്കാൾ കൂടുതലാണ് ദൈവം നമുക്ക് കൊയ്ത്തിനെ തരുന്നത്. ഇപ്പോൾ പുതിയ നിയമത്തിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ ദശാംശമൊന്നും ഇല്ലല്ലേ, പ്രാപ്തി പോലെയും പ്രാപ്തിക്കും മീതിയൊക്കെ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളങ്ങനെ കൊടുത്താൽ ദൈവം എത്രത്തോളം നമ്മൾ അനുഗ്രഹിക്കും. പലപ്പോഴും നമ്മൾ അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ കാരണം എന്താ? നമ്മളെന്താ വിചാരിക്കുന്നത്? ഇത് കൊടുത്താൽ എന്ത് ചെയ്യും അല്ലേ, ഇത് കൊടുത്താൽ ഞാൻ ദൈവം എന്നെ അടുത്ത വലിയ കൊയ്ത്ത് തരുന്നുള്ള വിശ്വാസം നമുക്കില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 100 രൂപ കിട്ടിയാൽ ദശാംശത്തിൽ കുറച്ചെങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ദൈവം പറഞ്ഞത് ദശാംശമെങ്കിലും നിങ്ങൾ കൊടുക്കുക, നിങ്ങളെ ധാരാളമായിട്ട് ദൈവം അനുഗ്രഹിക്കുന്നതാണ് പറയുന്നത്. അപ്പം അതിന് കൊടുത്ത ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. സാരെഫാത്തിലെ വിധവ അല്ലേ, സാരെഫാത്തിലെ വിധവ കൊടുത്ത സ്ഥിതി 1 രാജാക്കന്മാർ 17:8 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളാണിത് പറയുന്നത്. അവിടെ എന്താ നമുക്കറിയാം, ക്ഷാമകാലത്ത് ഏലിയാവ് എന്ന് വിധവയോട് എന്താ ചോദിക്കുന്നത്?
വെള്ളവും അപ്പവും ചോദിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ എന്താ ഉള്ളത്? കലത്തിൽ ആപ്പാട് ഒരു പിടി മാവും തുരുത്തിൽ അല്പം എണ്ണ മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ഈ സമയത്താണ് ഈ വിധവയായ സ്ത്രീയോട് ചെന്ന് ചോദിക്കുന്നത് എന്താ? അപ്പവും വെള്ളവും തരാനായിട്ട്, അല്ലേ? അതുമല്ല, ഈ അപ്പം ഉണ്ടാക്കി തിന്നിട്ട് ഇവർ രണ്ടുപേരും മരിക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്ന സമയത്താണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഒരു പക്ഷേ വിധവയ്ക്ക് ദൈവഭയമുള്ള സ്ത്രീ ആയിരിക്കാം, എന്താണെന്ന് അറിയുന്നില്ല. എന്തായാലും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അവൾക്കുള്ളത് കൊണ്ട് അവളൊരു അട ഉണ്ടാക്കി എന്ത് ചെയ്തു? ഈ ദൈവദാസന് കൊടുത്തു. അപ്പോൾ ദൈവം എന്ത് ചെയ്തേ? ഒരട ഉണ്ടാക്കി കൊടുത്തു. അന്ന് രണ്ടട ഉണ്ടാക്കി രണ്ടുപേർക്കും ദൈവം കൊടുത്തേക്കാന്ന് വിചാരിച്ചോ? ഇല്ല. ദൈവം എന്താ ചെയ്തത് അവിടെ? ദൈവം ഒരടയല്ല രണ്ടടയല്ല, എത്ര കൊടുത്തത്? അവളുടെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. മാത്രമല്ല, അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചെന്ന് കാണാനായിട്ട് നമുക്ക് സാധിക്കണ്ടോ? ദൈവം അനുഗ്രഹിച്ചത് കണ്ടോ? അവൾ എന്താ വിതച്ചത്? ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും വിതച്ചു. കൊയ്തത് എന്താ? അവൾക്കും അവിടെ വീട്ടുകാർക്കും ജീവിക്കാൻ മതിയാവോളം ദൈവം എന്ത് ചെയ്തു? അവർക്ക് തിരിച്ചു കൊടുത്തതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പം എത്ര വലിയ അനുഗ്രഹം ദൈവം നൽകുന്നത്! നാം ചെറിയൊരു വിധം നടത്തുമ്പോൾ തന്നെ ദൈവം എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ഇരട്ടിയല്ല അതിൽ കൂടുതലാണ് നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. വേറെ എക്സാമ്പിൾ പറയാം. 5 അപ്പവും 2 മീനും കൊടുത്ത സംഭവം നമുക്ക് നോക്കാം. അല്ലേ? കർത്താവിനെ വചനം കേൾക്കാനായിട്ട് ആ ബാലൻ അങ്ങനെ പോയപ്പോൾ അമ്മ എന്ത് വിചാരിച്ചാണ്? പാവം കുഞ്ഞ് വിശന്നിരിക്കണ്ടെന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? അല്ലേ? നമ്മളൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുന്ന പോലെ 5 അപ്പവും 2 മീനൊക്കെ പാക്ക് ചെയ്ത് കൊടുത്ത് വിട്ടതാ. അവിടെ ചെന്നപ്പോൾ രാത്രിയായി, അല്ലേ? ആഹാരമൊന്നുമില്ല. ശിഷ്യന്മാർ വന്ന് തപ്പിപ്പോയി. കുട്ടിയുടെ കയ്യിലാണ് 5 അപ്പവും 2 മീനും ഇരിക്കുന്നത്. അല്ലേ? ആ കുഞ്ഞിൻ്റെ അവസ്ഥ ഒന്ന് ഓർന്ന് നോക്കിയേ. വലിയൊരു അങ്കിൾമാർ വന്ന് ചോദിക്കുന്നു, കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വിശപ്പ്, അല്ലേ, എനിക്ക് വിശക്കും, എനിക്ക് ആര് തിന്നാൻ തരും? ഇങ്ങനെ ഒരു മാനസിക സമ്മർദ്ദത്തിലൂടെ കുട്ടി കടന്നുപോയി കാണും. പിന്നെ അങ്കിൾമാർ ചോദിക്കുന്നില്ലെന്ന് വിചാരിച്ച് ചിലപ്പോൾ എടുത്ത് എന്ത് ചെയ്തു? 5 അപ്പവും 2 മീനും അവിടെ കൊടുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്താ സംഭവിച്ചത്? അല്ലേ? നമുക്കറിയാം, 5000 പുരുഷന്മാർ തന്നെ ഭക്ഷിച്ചു. പിന്നെ സ്ത്രീകളും കുട്ടികളും ഭക്ഷിച്ചു. ശേഷം 12 കൊട്ട അവിടെ നിറച്ചെടുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. കണ്ടോ? അപ്പോൾ ദൈവം എത്രമാത്രം ദൈവം അനുഗ്രഹിച്ചത്. ആ കുട്ടി എന്താ വിതച്ചത്? വെറും 5 അപ്പവും 2 മീനും വിതച്ചു. കൊയ്തത് എന്താ? ഈ ഇത്രയും മനുഷ്യർക്കുള്ള ആഹാരവും എക്സ്ട്രാ 12 കൊട്ട അപ്പവും. തീർച്ചയായിട്ടും ഈ കുട്ടിക്കൊരു വിഹിതം അവർ പാക്ക് ചെയ്ത് കൊടുത്ത് വിട്ട് കാണണം, അല്ലേ? അവരുടെ വീട്ടുകാർ ഒരു പക്ഷേ ധാരാളമായിട്ട് ഭക്ഷിച്ച് കാണും. അപ്പം നമ്മൾ കർത്താവിന് കൊടുത്താലും, അല്ലേ, ആ കർത്താവിന് കൊടുക്കുന്ന ആ വിത്ത് വിതച്ചാൽ ദൈവം എന്ത് ചെയ്യും? ദൈവം നമ്മുടെ സ്ഥലം പോരാതെ വരുവോളം ദൈവം നമ്മളെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. പക്ഷെ നമ്മൾ ഓർക്കണം, ഇപ്പം ഇവിടൊക്കെ ഉടനെ കൊയ്ത്ത് നടന്നു. ചിലപ്പോൾ ഉടനെ ആയിരിക്കത്തില്ല കൊയ്ത്ത് നടക്കുന്നത്. ഇപ്പം ഞാനിത് പറഞ്ഞ് നിങ്ങളുള്ള പേഴ്സിലെ പൈസ മുഴുവൻ കൊണ്ട് സ്വത്താഴ്ച 8 ദിവസം കൊണ്ടിട്ടിട്ട് പിറ്റേ ദിവസം ഒന്നും ലഭിച്ചില്ലെന്ന് പറഞ്ഞ് നിരാശപ്പെടാനായിട്ട് പാടില്ല. അപ്പോൾ ഞങ്ങൾക്കറിയാവുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവർ കല്യാണം കഴിച്ച് കടന്ന തീരുമാനമൊക്കെ എടുത്തു. ഞങ്ങൾ ദൈവത്തിന് കൊടുക്കാൻ പോകാൻ തീരുമാനിച്ചു. ശമ്പളത്തിൻ്റെ ഒരു ഭൂരിഭാഗം കൊണ്ട് സ്വത്താഴ്ചയൊക്കെ ഇട്ടു. പക്ഷെ 2 മാസമായിട്ടും അവർക്ക് ശമ്പളമൊന്നും വർദ്ധിച്ചില്ല. അവർക്ക് കഷ്ടതയും പ്രയാസമൊക്കെ ആയി. പിന്നോട്ട് പിറുപിറുക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, ദൈവം ഞങ്ങൾ അനുഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ച് പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിലേക്ക് അവർ പോവുകയും ചെയ്തു. അപ്പോൾ ഈ വിതയ്ക്കുന്നത് ഉടനെ കൊയ്തൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇവിടെ അങ്ങനെ നടന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്. എന്താണ്? വിതച്ചാൽ ഒരു കൊയ്ത്തുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം. ആ ദൈവം അതിൻ്റെ സമയത്ത് ദൈവം ആ കാര്യം ചെയ്തോളും. അതുപോലെ തിന്മ ചെയ്താലേ, ഞാൻ 2 രീതിയിലും ബാധകമാണെന്ന് പറഞ്ഞു, അല്ലേ? ഹോശേയ 8-ാം അധ്യായം 7-ാം വാക്യം. ഹോശേയ 8-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, അവർ കാറ്റ് വിതച്ച് ചുഴലിക്കാറ്റ് കൊയ്യും. അവർ കാറ്റ് വിതച്ച് ചുഴലിക്കാറ്റ് കൊയ്യും. അല്ലേ? ഇസ്രായേൽ മക്കളെ നോക്കി അറിയാം, അല്ലേ? അവരെന്ത് ചെയ്തു? അവർ ദൈവത്തെ മറന്ന് ജീവിക്കും, വിഗ്രഹാരാധനയിലേക്ക് തിരിയും. ഇപ്പോൾ ദൈവം എന്ത് ചെയ്യും? വേറെ അന്യരാജാക്കന്മാരെ കൊണ്ടുവരും, അല്ലേ? അവിടെ യുദ്ധം ചെയ്യും, അവർ തോൽക്കും, അവരെ എല്ലാം പിടിച്ചുകൊണ്ട് പോകും. അനേകം കുഞ്ഞുങ്ങൾ അനാഥരാകും, ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ നഷ്ടപ്പെടും, ഭാര്യമാർ വിധവന്മാരായി തീരും, അല്ലേ? സഹോദരങ്ങൾ നഷ്ടപ്പെടും, അങ്ങനെ സ്വത്തുക്കൾ നഷ്ടപ്പെടും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത്? അവർ കാറ്റ വിതച്ചത്. പക്ഷെ ദൈവം അടുപ്പിച്ചത് എന്താ? വലിയൊരു ചുഴലിക്കാറ്റാണ് അവരെ ദൈവം അടുപ്പിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നന്മ ചെയ്താലും ഉണ്ട് കൊയ്ത്തിന്, തിന്മ ചെയ്താലും ദൈവം അതേ പ്രിൻസിപ്പിൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം വരുത്തും. ലോത്ത്, അല്ലേ? ലോത്തിന് ജീവിതം നമുക്ക് നോക്കാം. എക്സാമ്പിൾ, ലോത്തും അബ്രഹാമും 2 പേരും ഇറങ്ങി പുറപ്പെട്ടു. 2 പേർക്കും ഒരേ സാധ്യതയായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലേ? 2 പേർക്കും. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പം ലോത്ത് എന്ത് ചെയ്തു? ലോത്ത് നോക്കിയപ്പോൾ നല്ല സ്ഥലം, അല്ലേ? നല്ല നീരോട്ടമുള്ള സ്ഥലം, അല്ലേ? ഇന്നത്തെ കാലത്ത് നോക്കിയാൽ നല്ല സിറ്റി ലൈഫിൻ്റെ എല്ലാ സുഖങ്ങളുള്ള സ്ഥലം, പക്ഷേ നല്ല വിദ്യാഭ്യാസമുള്ള സ്ഥലം, മൃഗങ്ങൾക്കെല്ലാം പുല്ലും എല്ലാം ഉള്ള നല്ല മനോഹരമായ സ്ഥലം എന്ത് ചെയ്തു? ലോത്ത് തിരഞ്ഞെടുത്തായിട്ട് കാണാനായിട്ട് സാധിക്കും, അല്ലേ? പക്ഷെ എന്താ ലോത്ത് കൊയ്തത്? നമുക്കറിയാം. പിന്നീട് മുമ്പോട്ട് പോകുമ്പോൾ ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായിട്ട് മാറി. ലോത്തിൻ്റെ മക്കളൊക്കെ വഷളത്ത് നിറഞ്ഞ മക്കളായിട്ട് തീർന്നു. അവസാനം ലോത്തിന് നല്ലൊരു പേരും ലഭിച്ചു, അല്ലേ? നീതിമാനായ വലഞ്ഞുപോയ ലോത്ത് എന്നുള്ള പേരും ലോത്തിന് ലഭിച്ചു.
നോക്കിയാൽ അപ്പുറത്തെ സൈഡിൽ അബ്രഹാം നോക്കിയേ, അബ്രഹാം ഇത് നോക്കി തീരുമാനം എടുത്തില്ല. പക്ഷെ അബ്രഹാമിന് നോക്കിയേ എത്ര അല്ലേ, അബ്രഹാമിൻ്റെ സന്തതികളൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ലോത്ത് എന്താ തെറ്റായ തീരുമാനമാണ് ലോത്ത് ഇവിടെ വിതച്ചത്. പക്ഷെ കൊയ്തത് തൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു, തൻ്റെ മക്കളെ മോശമായി തീർന്നു, അവസാനം നീതിമാനായ വലഞ്ഞുപോയ ലോത്തെന്നും ഉള്ള പേര് കിട്ടി. എന്നാൽ അപ്പുറത്തെ സൈഡിൽ അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം ദൈവത്തെ നോക്കി തീരുമാനമെടുത്തു അല്ലേ. ഇന്ന് പലപ്പോഴും നമ്മൾ വിശ്വാസികൾ നോക്കിയാൽ ലോത്തിനെ പോലെയല്ലേ തീരുമാനം എടുക്കുന്നത് അല്ലേ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ പലരും ഭൗതികമായ നേട്ടങ്ങൾ മാത്രം നോക്കിയാണ് തീരുമാനമെടുക്കുന്നത് കാണാനായിട്ട് സാധിക്കും. സ്കൂളിൽ പഠിക്കാൻ കോളേജിൽ ദൂരസ്ഥലങ്ങളിൽ പോകുമ്പോൾ ജോലി എടുക്കുമ്പോഴൊക്കെ എന്താ പലപ്പോഴും എത്ര ഉണ്ട് ശമ്പളം എന്നുള്ള ഒറ്റ ക്രൈറ്റീരിയ മാത്രം നോക്കിയാണ് പലപ്പോഴും അവർ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഒരു 15 വർഷം പുറകിലേക്ക് നോക്കി നമ്മുടെ സഭയിൽ തന്നെ ഒരു 10-20 വർഷം പുറകിലേക്ക് നോക്കിയാൽ ഒരു ക്യാമ്പോ ക്ലാസ്സോ വെച്ചാൽ ഇത്രയും വാഹനങ്ങൾ കാണുമായിരുന്നോ? ഇല്ല, വണ്ടിയില്ല, ഒന്നുമില്ല. പക്ഷെ എല്ലാവരും എന്ത് ചെയ്തു? സഭയുടെ ക്ലാസ്സിനാണേലും ഇപ്പം ഇവിടെ ഇരിക്കുന്ന പലരും എനിക്ക് മുഖം കാണാം, മലമുകളിൽ നിന്ന് അല്ലേ, കുഞ്ഞുങ്ങളെ എടുത്ത് ഞായറാഴ്ച പയറൊക്കെ ഉണ്ടാക്കി വന്ന പലരുടെയും മുഖം എനിക്ക് ഇവിടെ തന്നെ കാണാനായിട്ട് സാധിക്കും അല്ലേ. എന്നാൽ ഇപ്പം തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾ അന്ന് വണ്ടിയില്ലാതെ മലയുടെ മുകളിൽ നിന്നും അല്ലേ ഈ ഒരു ബസ് പോയാൽ പിന്നെ അടുത്ത ബസ് കാണത്തില്ല ചിലപ്പം, അപ്പം നടക്കേണ്ടി വരും. ഇതൊക്കെ അനുഭവിച്ച് എല്ലാ മീറ്റിങ്ങുകൾക്കും ക്യാമ്പുകൾക്കും വന്നു. ഇന്ന് നിങ്ങളുടെ തലമുറയ്ക്ക് എല്ലാവർക്കും കാറായി അല്ലേ, കാറായി, പിന്നെ വിദ്യാഭ്യാസം, മക്കൾക്കെല്ലാം വിദ്യാഭ്യാസം വന്നു. ഭൗതികമായിട്ട് മാത്രമല്ല ആത്മീയമായിട്ട് ഇന്ന് അവരുടെയൊക്കെ മക്കളാണ് സഭ ലീഡേഴ്സായിട്ട് ശുശ്രൂഷ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അത് സാധിച്ചത്? അന്ന് നമ്മുടെ മാതാപിതാക്കൾ നല്ലൊരു വിത്ത് അവിടെ വിതച്ചു. അതിൻ്റെ ഫലം നമ്മളിന്ന് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഇവിടെ കൊയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഇന്ന് നിസ്സാര എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞില്ലേ, ഒരു കാരണം പോലും വേണ്ട. ഞായറാഴ്ച പോലും സഭായോഗങ്ങൾ എത്ര പേര് നമ്മൾ ഓരോ കാരണം പറഞ്ഞ് മുടക്കുന്നു. പക്ഷെ അന്ന് നമ്മുടെ മാതാപിതാക്കൾ അല്ലേ നമ്മുടെ വിത്ത് വിതച്ചിൻ്റെ ഫലമാണ് നമ്മളിന്ന് അനുഭവിക്കുന്നത്. അപ്പം നാളെ നമ്മുടെ തലമുറ ഇത് അനുഭവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇന്ന് ഈ വിത്ത് വിതച്ചെങ്കിൽ മാത്രമേ നമ്മുടെ അടുത്ത തലമുറ ഇത് അനുഭവിക്കാനായിട്ട് പോകുന്നുള്ളൂ. നമ്മളിന്ന് മടി പിടിച്ച് ഭയങ്കര എല്ലാ സുഖസൗകര്യവും ദൈവം അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തെ മറന്ന് ഈ ലോത്തിനെ പോലെ ഇരുന്നാൽ സംഭവിക്കാൻ പോകുന്നത് എന്താ? പക്ഷേ നമ്മുടെ ഉൾപ്പുതൂണാകുന്നില്ല, പക്ഷേ നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകും അല്ലേ. അവസാനം നമുക്കൊരു പേര് കിട്ടും, നീതിമാനായ, അല്ലെങ്കിൽ നമ്മുടെ പേര് ചേർത്ത് വലഞ്ഞു പോയ നമ്മുടെ പേര് ചേർത്ത് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ അബ്രഹാമിനെ പോലെ നമ്മൾ നല്ല തീരുമാനം എടുത്താൽ നമുക്ക് നല്ലൊരു കൊയ്ത്തുണ്ടാകും അല്ലേ. നമ്മുടെ തലമുറ, നമ്മുടെ മാതാപിതാക്കൾ ചെയ്ത ആ കഷ്ടതയുടെ ഫലമാണ് നമ്മൾ ഈ കാണുന്ന അനുഗ്രഹങ്ങൾ എല്ലാം. അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളും ആ തീരുമാനമെടുത്ത് ലോത്ത് നല്ലൊരു സാധ്യത ഉണ്ടായിരുന്നു, പക്ഷെ ലോത്ത് അതെല്ലാം നഷ്ടപ്പെടുത്തി ലോത്ത് അവസാനം അവൻ നശിച്ചു പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. വേറൊരു എക്സാമ്പിൾ പറയാം, ഇതുപോലെ നെഗറ്റീവായിട്ടുള്ള യാക്കോബ് അല്ലേ. വിതച്ചതിനേക്കാളും കൂടുതൽ കൊയ്യുന്നുള്ളതിനുള്ള എക്സാമ്പിളാണ് പറയുന്നത്. യാക്കോബ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്താ? ഒരു ചതി അല്ലേ. ഒരു ചതി എന്നൊരു മനുഷ്യനായിട്ട് യാക്കോബിനെ നമുക്ക് മനസ്സിൽ വരുന്നത്. നമുക്കറിയാം യാക്കോബ് ഏശാവിനെ ചതിച്ചു. യാക്കോബ് എത്ര വർഷം ചതിക്കപ്പെട്ടു? വിവാഹത്തോടെ ബന്ധത്തിൽ യാക്കോബ് ആരെ ആഗ്രഹിച്ചേ അല്ലേ? രാഹേലിനെ ആഗ്രഹിച്ചു, പക്ഷെ കിട്ടിയത് ലേയെ കിട്ടി. പിന്നീടും കുറേ വർഷം അവിടെ സേവ ചെയ്യേണ്ടതായിട്ട് വന്നപ്പോൾ കണ്ടോ, യാക്കോബ് ചതിച്ചു. പക്ഷെ യാക്കോബ് ഒന്ന് ചതിച്ചെങ്കിൽ ദൈവം യാക്കോബ് ഒരു പ്രാവശ്യമല്ല ചതിച്ചത്. യാക്കോബ് കുറേ വർഷങ്ങൾ ചതിക്കപ്പെടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. എനിക്കറിയാവുന്ന ഒരു ആൾ ഹിന്ദു പശ്ചാത്തലത്തിൽ നിന്നുള്ളത്, അവരുടെ ഇങ്ങനെ സുവിശേഷം പറഞ്ഞപ്പോൾ അവർ സത്യങ്ങളെല്ലാം അറിയാം, പക്ഷേ അവർക്ക് രക്ഷിക്കപ്പെടാനായിട്ട് അവരിങ്ങനെ മടിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ തന്നെ ഉള്ള ഒരു അമ്മച്ചി ഇതുപോലെ രക്ഷിക്കപ്പെട്ടു, വിഗ്രഹത്തെയൊക്കെ വിട്ട് കർത്താവിലേക്ക് വന്നു. പക്ഷേ പിന്നീട് കുറേ കഴിയുമ്പോൾ തിരിച്ച് വിഗ്രഹാരാധനയിലേക്ക് പോയി. അപ്പോൾ അവർ പറഞ്ഞത് അവരുടെ മക്കളെല്ലാം ഇങ്ങനെ മാനസിക രോഗമുള്ളവരും എല്ലാ മക്കളും 3-4 മക്കളും അവരെല്ലാവരും അങ്ങനെ ആയി തീർന്ന് പറഞ്ഞേ കണ്ടോ. അപ്പോൾ അവർ പറഞ്ഞു അവരെ ഭയപ്പെടുത്തുകയാണ്. കാരണം എനിക്കും കുറേ നേർച്ചകളൊക്കെ അമ്പലത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നാൽ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ തിരിച്ചു പോയി ചെയ്താൽ എൻ്റെ മക്കളും ഇങ്ങനെ ആയിത്തീരും. കാരണം ആ ചിന്ത ഭയപ്പെടുന്നത് കൊണ്ടാണ് അവർ കർത്താവിനെ അറിയാനായിട്ട് അവരിങ്ങനെ വിമുഖത കാണിക്കുന്നത് കണ്ടോ. അപ്പോൾ ആ അമ്മച്ചി എന്താ ചെയ്തത്? ദൈവത്തെ അറിഞ്ഞു, പക്ഷെ ഒരു തെറ്റായ വിതച്ചു. അവരുടെ മക്കളെല്ലാം എന്ത് ചെയ്തു? നടന്ന സംഭവം മാനസിക രോഗങ്ങളൊക്കെ ഉള്ളവരായിട്ട് തീർന്നു. അപ്പം നമ്മൾ വളരെ സൂക്ഷിക്കണം, നമ്മൾ വിതയ്ക്കുന്ന വിത്ത് എന്താണെന്നുള്ളത് നമ്മൾ വളരെ സൂക്ഷിക്കണം. കാരണം നമ്മൾ ഒരു കാര്യം വിതച്ചാൽ അതല്ല കിട്ടാൻ പോകുന്നത്, അതിൻ്റെ ഇരട്ടിയായിരിക്കും. ഇരട്ടിയുടെ അല്ല, അത് കൂടുതലായിരിക്കും നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ഹോശേയ 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? ഹോശേയ 4:6 നീ ദൈവത്തിൻ്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞത് കൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും. കണ്ടോ, നമ്മൾ ദൈവത്തെ ന്യായപ്രമാണം മറന്നു കളഞ്ഞാൽ അല്ലേ, ദൈവം എന്ത് ചെയ്യും? ദൈവം നമ്മുടെ മക്കളെ മറക്കും. നമ്മുടെ മുമ്പുള്ളവർ നീ ദൈവം ഓർക്കാൻ പോകുന്നില്ല. നീ മറന്നാൽ നിന്റെ മക്കളെ ഞാനും മറക്കും. നീ ഓർത്താൽ നിന്റെ മക്കളെ ഞാൻ എന്ത് ചെയ്യും? ഓർക്കും എന്നാണ് പറയുന്നത്. ദാവീദിന്റെ ഉദാഹരണം നമുക്ക് നോക്കാം അല്ലേ. ദാവീദ് എന്താ ചെയ്തത്?
ദാവീദിന് മടിയൊക്കെ പിടിച്ചിട്ട് ആ ടെറസിൻ്റെ മണ്ടേ പോയിരുന്നു. ബേത്ശേബയെ കാണുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഊരിയാവിനെ കൊന്ന് ബേത്ശേബയെ ഭാര്യയായിട്ട് എടുക്കുന്നു. അല്ലേ? നമുക്കറിയാം ആ ഒരു തെറ്റ് ചെയ്തത് മൂലം ദാവീദ് എന്തുമാത്രം അനുഭവിച്ചു. 2 ശമൂവേൽ 12-ാം അധ്യായം 10-ാം വാക്യം മുതൽ വായിക്കാം. 2 ശമൂവേൽ 12:10 മുതൽ. നീ എന്നെ നിരസിച്ചു, ഹിത്യനായ ഊരിയാവിൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തത് കൊണ്ട് വാൾ നിന്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ സ്വന്തം ഗ്രഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. നീ കാണുകെ ഞാൻ നിന്റെ ഭാര്യമാരെ എടുത്ത് നിന്റെ കൂട്ടുകാരന് കൊടുക്കും. അവൻ ഈ സൂര്യൻ്റെ വെട്ടത്ത് തന്നെ നിന്റെ ഭാര്യയോടുകൂടെ ശയിക്കും. നീ അത് രഹസ്യത്തിൽ ചെയ്തു. ഞാനോ ഈ കാര്യം ഇസ്രായേലൊക്കെയും കാണുകെ സൂര്യൻ്റെ വെട്ടത്ത് തന്നെ നടത്തും. നോക്കിയേ, ഒരു തെറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ കുഞ്ഞ് മരിച്ചുപോയി. പക്ഷെ ദൈവം നിർത്തി അവിടെ കൊണ്ട്. ദൈവം സ്റ്റോപ്പ് ചെയ്തില്ല. ദൈവം പറഞ്ഞു, നീ ഒരു തെറ്റൊക്കെ ചെയ്തു, പക്ഷെ ഞാൻ ഇത് നിർത്താൻ പോകുന്നില്ല. നീ വിതച്ചതിൻ്റെ കൊയ്യാനായിട്ട് പോകുന്നേ ഉള്ളൂ. എന്ത് ചെയ്തു? നമുക്കറിയാം, ദാവീദിന്റെ മകൻ അബ്നോൻ എന്ത് ചെയ്തു? സ്വന്തം സഹോദരിയായ താമാറിനെ ഒരാൾക്കാരൻ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ അബ്ശാലോം എന്ത് ചെയ്തു? അബ്ശാലോം അമ്നോനെ കൊല്ലുന്നതായിട്ട് സാധിക്കും. അബ്ശാലോം എല്ലാവരും കാണുകയും ദാവീദിന്റെ വെപ്പാട്ടുകളെ മല്ലമാക്കുന്നത് കാണാനായിട്ട് സാധിക്കും. പിന്നീട് അബ്ശാലോം അങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ കൊല്ലപ്പെടുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. കണ്ടോ? ഒരു തെറ്റ് ദാവീദ് ചെയ്തു. ദൈവം വിചാരിച്ച പോലെ ഇവൻ തെറ്റ് ചെയ്ത് ഇവൻ്റെ കുഞ്ഞിനെ എടുത്തേക്കാം. ദൈവം അവിടെ കൊണ്ട് നിർത്തത്തില്ല. ദൈവം എന്ത് ചെയ്യും? ദൈവം ഒരു കൊടുങ്കാറ്റ് തന്നെ, അല്ലേ? നമ്മൾ ചുഴലിക്കാറ്റ് നമ്മൾ വിതയ്ക്കുന്ന എന്താ? നമ്മൾ കാറ്റായിരിക്കും വിതയ്ക്കുന്നത്. പക്ഷെ ദൈവം അടിപ്പിക്കാൻ പോകുന്നത് ചുഴലിക്കാറ്റ്. നമുക്ക് ചുഴലിക്കാറ്റ് അടിച്ചാൽ വലിയ നാശനഷ്ടത്തോടു കൂടിയാണ് അത് നശിക്കാനായിട്ട് പോകുന്നത്. ദൈവം അതായിരിക്കും ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ മാത്രമല്ല, വേറൊരു സത്യം കൂടെ ഉണ്ട്. ഈ ഇരട്ടി തരുന്നുള്ള ഒരു ഭയപ്പെടുത്തുന്ന വേറൊരു സത്യമാണ്. നമ്മളിങ്ങനെ ചെയ്യുമ്പം നമ്മളൊരു തെറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചോ, അല്ല നന്മ ചെയ്യുമെന്ന് വിചാരിച്ചോ, നമ്മുടെ തലമുറകൾ ഇതേ കാര്യം തലമുറ ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് ബൈബിളിൽ നോക്കിയാനായിട്ട് കാണാനായിട്ട് സാധിക്കും. അത് ഓരോ ജീവശക്തി കൂടിക്കൂടിയാണ് വരുന്നത്. നമുക്ക് നോക്കാം. അബ്രഹാം, ഉൽപ്പത്തി 20-ാം അധ്യായത്തിൽ അബ്രഹാം എന്ത് ചെയ്തു? ഒരു നുണ പറയുന്നു, അല്ലേ? എന്താ പറഞ്ഞേ? സാറ എൻ്റെ ഭാര്യയല്ല, എൻ്റെ സഹോദരിയാന്ന് പറയുന്നു. നമുക്കറിയാം അതൊരു മുഴുവൻ കള്ളെന്ന് പറയാനായിട്ട് വഴിയത്തില്ല. കാരണം ഒരു ഇതിൽ പെങ്ങളാണ് താനും. നുണ പറഞ്ഞു. നമുക്കറിയാം ഉൽപ്പത്തി 20-ാം അധ്യായത്തിൽ എബ്രഹാം അത് പറഞ്ഞു. 26-ാം അധ്യായം വരുമ്പോൾ ഇസ്ഹാക്ക് അതേ നുണ എന്ത് ചെയ്യുന്നു? ആവർത്തിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നോക്കാം. ഇസ്ഹാക്കിൻ്റെ മക്കൾ യാക്കോബും ഏശാവും. ഈ യാക്കോബും അടുത്ത തലമുറയെ അവർ ഈ നുണ തന്നെ പറഞ്ഞ് കാണാൻ സാധിക്കും. എന്താ പറഞ്ഞേ? ഇസ്ഹാക്കിനോട് നുണ പറയുന്നു, അല്ലേ? അപ്പോൾ ഇറച്ചിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇസ്ഹാക്ക് ചോദിക്കും, ഇത് ആരാ മോനെന്ന് ചോദിക്കുമ്പോൾ എന്താ പറഞ്ഞേ? ഞാനിത് ഏശാവാ, അല്ലേ? നല്ല സുഖമായിട്ട് നുണ പറഞ്ഞു. കാരണം എന്താ? പാരമ്പര്യം ഉള്ളതുകൊണ്ട് തെറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ എളുപ്പമായിരിക്കും. അതങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് യാക്കോബ് ചോദിക്കുന്നുണ്ട്, ഇത്ര പെട്ടെന്ന് നിനക്ക് ഇസ്ഹാക്ക് ചോദിച്ചു, ഇത്ര പെട്ടെന്ന് നിനക്ക് ഇറച്ചി കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ എന്താ? ദൈവത്തെ കൂട്ടിപ്പിടിച്ച് നുണ പറയും. എന്താ പറഞ്ഞത്? അല്ലേ? എൻ്റെ ദൈവമായ യഹോവ എൻ്റെ നേർക്ക് വരുത്തി തന്നു. കണ്ടോ? ഗ്രേഡ് കൂടുന്നത് കണ്ടോ? തലമുറകൾ വരുമ്പോൾ അതേ പാപം ആവർത്തിക്കുകയാണ്, പക്ഷെ ശക്തി കൂടി വരികയാണ്. ഇനി നമുക്ക് യാക്കോബിൻ്റെ മക്കളെ നോക്കാം. അവരെന്ത് ചെയ്തു? ജോസഫിനെ പിടിച്ച് പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ടു, ഇശ്മായിലേക്ക് വിട്ടു. എന്നിട്ട് എന്താ യാക്കോബിടെന്ന് പറയുന്നത്? വലിയ നുണ പറയാം, അല്ലേ? ഏതോ മൃഗം കടിച്ചു കൊന്നിട്ടതോ അവൻ്റെ ഡ്രസ്സ് ഇതാണെന്ന് പറഞ്ഞ് കൊണ്ട് കാണിക്കുന്നു. കണ്ടോ? തലമുറകൾ. അപ്പം നമ്മളൊരു പാപം ചെയ്യുമ്പോൾ ഒരു നുണയാണ്, നമുക്ക് നിസ്സാര നുണയല്ലേ, അതും ഒരു പച്ചക്കള്ളെന്ന് പറയാൻ പറ്റാത്തൊരു നുണയാണെങ്കിൽ പോലും അത് ചെയ്തപ്പോൾ തലമുറകളെ ബാധിക്കുന്ന കണ്ടോ? തലമുറകൾ വരുമ്പോൾ ഇതേ തെറ്റെന്ത് ചെയ്യുന്നു? അവരാവർത്തിക്കുന്നു. അതിൻ്റെ ശക്തി കൂടിക്കൂടി. അപ്പം നമ്മളെ ഭയപ്പെടുത്തേണ്ട ഒരു ചിന്തയാണ്. ഞാൻ ഇന്നൊരു തെറ്റ് ചെയ്യുമ്പോൾ ഞാനത് നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന ഒരു വളരെ നിസ്സാരം തോന്നിയ കാര്യമൊക്കെ ഞാൻ ചെയ്യുന്നത്. പക്ഷെ ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ദൈവം നന്മയ്ക്ക് മാർക്കിടുന്ന പോലെ തന്നെ എന്ത് ചെയ്യും? ദൈവം തിന്മയ്ക്കും അവിടെ ഒരു കൊയ്ത്ത് നൽകാനായിട്ട് റെഡി ആയിരിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. അപ്പം നമ്മുടെ തലമുറകൾ എന്ത് ചെയ്യും? ഇത് തന്നെ ആവർത്തിച്ച് വരും, അല്ലേ? എന്നാൽ നന്മ ചെയ്താൽ എത്രയോ സുശേഷ വേലക്കാർ ഞാൻ മക്കളെ കണ്ടിട്ടുണ്ട്. അവരുടെ എല്ലാ തലമുറകളിലും സുശേഷ വേലക്കാർ, ചിലവരുടെ മക്കൾ മുഴുവൻ സുശേഷ വേലക്കാർ, അങ്ങനെ ദൈവം അനുഗ്രഹിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നന്മ ചെയ്താൽ തിന്മ ചെയ്താലും നമ്മുടെ തലമുറകൾ ഈ ജീൻ എന്ത് ചെയ്യും? കൈമാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു തെറ്റ് ചെയ്യുന്ന കണ്ടിട്ട് വളരുന്ന എൻ്റെ മക്കൾ എന്താ ആ തെറ്റിനെ അത്ര നിസ്സാരമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരത് ചെയ്യുമ്പം ഇപ്പോൾ ഒരു പെൻസിൽ അപ്പുറത്തെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു മാങ്ങ മോഷ്ടിക്കുന്നതായിരിക്കും അപ്പം ചെയ്ത തെറ്റ്. ആ കുട്ടി എന്ത് ചെയ്യും? മനസ്സിലാക്കുന്നത് എന്താ? ആ മാങ്ങ മോഷ്ടത്ര വലിയ കാര്യമൊന്നും അല്ല. ആ കുട്ടി അത്ര എന്താ ചെയ്യാൻ പോകുന്നത്? തേങ്ങയായിരിക്കും മോഷ്ടിക്കാനായിട്ട് പോകുന്നത്.
കുറേ കഴിയുമ്പോഴത്തേന് എന്താ, തേങ്ങയല്ല, അവിടെ ഇരിക്കുന്ന വേറൊരു സാധനമായിരിക്കും അല്ലേ, വീട്ടിലിരിക്കുന്ന ഒരു കത്തിയായിരിക്കും, അപ്പുറത്തെ വീട്ടിലെ അല്ലെങ്കിൽ കോടാലി ആയിരിക്കും മോഷ്ടിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ബൈബിൾ തന്നെ കാണിച്ച എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. വളരെ നിസ്സാരം എന്ന് പറഞ്ഞ തെറ്റുകൾ പോലും നമ്മുടെ തലമുറകളിൽ അത് ദൈവം എന്ത് ചെയ്യും, കൊയ്ത്തായിട്ട് ദൈവം നമുക്ക് നൽകും. അപ്പം നമ്മൾ ഓരോ ദിവസം നമ്മൾ വിതച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, വളരെ കോൺഷ്യസ് ആയിട്ട് വേണം നമ്മൾ വിതയ്ക്കാനായിട്ട്. ധൈര്യമായിട്ട് നന്മ വിതച്ചോ, ദൈവം എന്ത് ചെയ്യും, തലമുറകളിലും അല്ലെ അതിൻ്റെ ഇരട്ടിയായിട്ട് ദൈവം ജീവനെ ശക്തിപ്പെടുത്തിക്കോളും. നല്ല നല്ല റിസൾട്ട്സ് ദൈവം നമുക്ക് തരാനായിട്ട് ദൈവം ഇടവരുത്തും. അതുപോലെ നാലാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, നാം വിതയ്ക്കുന്നുവെങ്കിലും കൊയ്ത്ത് ഉടനെ ആകണം എന്നില്ല. നാം വിതയ്ക്കുന്നുവെങ്കിലും കൊയ്ത്ത് ഉടനെ ആകണമെന്ന് ഇല്ല. പലപ്പോഴും ഈ സത്യം നമ്മൾ അറിയാത്ത കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പലപ്പോഴും നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകാറുണ്ടല്ലേ. അതുകൊണ്ട് നമ്മൾ പാപം ചെയ്യുമ്പം എന്താ, പ്രത്യേകിച്ച് നമുക്ക് ഒരു ദോഷവും സംഭവിക്കുന്നില്ല. കാരണം എന്താ, കൊയ്ത്ത് ചിലപ്പോൾ ഉടനെ നടക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ പാപം ചെയ്യാനുള്ള ധൈര്യം നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് വർദ്ധിച്ചു വരും. സഭാപ്രസംഗി 8-ാം അധ്യായം 11-ാം വാക്യം. സഭാപ്രസംഗി 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായക കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. അല്ലേ, എന്തുകൊണ്ട് എത്ര ധൈര്യം വരുന്നേ? നമ്മളെയും ചിന്തിക്കും അല്ലേ, ഇത്രയും തെറ്റ് കേട്ട് അവർക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലോ. എന്നാൽ നന്മ ചെയ്ത് നമ്മൾ നീതിയോടെ ജീവിച്ചാൽ നമുക്ക് എന്നും കുഴപ്പം തന്നെ അല്ലേ, എന്നും കുഴപ്പങ്ങൾ തന്നെ. പക്ഷെ തിന്മ ചെയ്യുന്നവർക്ക് അവരെന്ത് സുഖമായിട്ട് ജീവിക്കുന്നത്? എന്തുകൊണ്ടാണ്? ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി ഉടനെ ദൈവം കൊടുക്കുന്നില്ല. നമ്മൾ സഭകൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം, പിന്മാറ്റത്തിൽ പോകുന്നവരല്ലേ, പിന്മാറ്റത്തിൽ പോകുന്ന ചിലപ്പോൾ പക്ഷേ അവർ പറഞ്ഞ ദൈവം അനുഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ലൊക്കെ പറഞ്ഞ് പിന്മാറ്റത്തിൽ പോകുന്നവർ നമുക്കറിയാം. ചിലപ്പോൾ ഒരു വിവാഹം നടക്കും, നല്ല ലോകപരമായി നോക്കിയാൽ നല്ല എന്താ പറയുക, നല്ല കാണാൻ ഭംഗിയുള്ള, അല്ലെങ്കിൽ നല്ല സ്വത്ത് സാമ്പത്തിക ഇതുള്ള, അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ള ജോലിയുള്ള വിവാഹം നടക്കുന്നു. ചിലപ്പോൾ അവർക്ക് വർഷങ്ങളൊന്നും ഒരു കുഴപ്പം ഉണ്ടാകുന്നില്ല. ഞാനും ചിന്തിച്ച് നോക്കി, ഇപ്പം പിന്മാറ്റം പോയാൽ 10-20 വർഷമായിട്ട് ഒരു കുഴപ്പം അവർക്ക് ഇതുവരെ ഞാൻ കണ്ടില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കില്ലേ, എന്താ ഒരു കുഴപ്പമില്ല, പിന്നെ അവരങ്ങനെ തിരിച്ച് അപ്പം അവർ നോക്കുമ്പോൾ എന്താ, ഞാൻ എടുത്ത തീരുമാനം എന്താ ശരിയാണെന്നാണ് അവർ. പക്ഷെ അവർ അറിയുന്നില്ല എന്താ, ചുഴലിക്കാറ്റ് കൊയ്യാനായിട്ട് പോവുകയാണെന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നില്ല. പക്ഷെ ദൈവം അവിടെ വെയിറ്റ് വെച്ചേക്കും. ദൈവം എന്ത് ചെയ്യും, കുറച്ച് കാലം കഴിഞ്ഞിട്ട് ദൈവം അത് ചിലപ്പോൾ കൊയ്ത്ത് കൊടുക്കുകയുള്ളൂ. അല്ലേ, അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഉടനെ മടങ്ങി വന്നല്ലേ. ഇന്നൊരു പിന്മാറ്റത്തിൽ പോയി അതിൻ്റെ അടി അവർക്ക് അപ്പം തന്നെ കിട്ടിയെങ്കിൽ അവരെന്ത് ചെയ്യും, ഉടൻ തിരിച്ച് വരും. എന്തുകൊണ്ടാണ് വരാത്തത്? അവർ ആ ചുഴലിക്കാറ്റ് ഇതുവരെ കൊയ്യാത്തതുകൊണ്ട് അവരിങ്ങനെ സന്തോഷിച്ച് നടക്കുകയാണ്. നമുക്ക് രൂത്തിൻ്റെ എക്സാമ്പിൾ, നവോമിയുടെ രൂത്തിൻ്റെ എക്സാമ്പിൾ നോക്കാം. രൂത്തിൻ്റെ പുസ്തകത്തിൽ നമുക്കറിയാം അല്ലേ, നമുക്കറിയാം ക്ഷാമം കാരണം എന്ത് ചെയ്തു, നവോമിയും എലിമലേക്കും അങ്ങനെ എന്ത് ചെയ്യുക, കുടുംബം അവരെന്ത് ചെയ്തു, മോവാബിലേക്ക് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അവരെന്ത് വിചാരിച്ചാൽ പോയത്? ക്ഷാമമാണ് അല്ലേ, കുഞ്ഞുങ്ങളുണ്ട്, മക്കളുണ്ട്, അവർക്ക് കഴിക്കാൻ ഭക്ഷണം വേണ്ടേ അല്ലേ, ജീവിക്കാനായിട്ട് സാമ്പത്തികം വേണ്ടേ. പലരും അങ്ങനെയല്ലേ പറഞ്ഞത്, എന്തോ ബ്രദറെ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ എന്തോ സൗകര്യം വിചാരിക്കുന്നത്, ഞങ്ങൾ ഇതൊക്കെ ജീവിച്ചാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണ്ടേ, ഈ ദൈവത്തെ പിൻപറ്റി സഭയും മീറ്റിങ്ങെന്നും അല്ലേ പറഞ്ഞ് നടന്നാൽ മാത്രം ദൈവം ഞങ്ങൾ അനുഗ്രഹിക്കുമോ അല്ലേ, അങ്ങനെ പറഞ്ഞ് പലരും. അതുപോലെ തന്നെ എലിമലേക്കും ഒക്കെ അവരെന്ത് ചെയ്തു, അവരെ ആ റീസൺ പറഞ്ഞ് പിന്മാറ്റി പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ പിന്മാറ്റി പോയി അല്ലേ. കുറച്ചറിയാം, നമുക്ക് എലിമലേക്ക് ആദ്യം മരിക്കുന്നു. എനിക്ക് എലിമലേക്ക് എത്ര വർഷം കഴിഞ്ഞാൽ മരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. എന്ന് വെച്ചാൽ ഒരു പക്ഷേ സ്വാഭാവിക മരണമായിരിക്കാം നടന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചിന്തിച്ച് കാണത്തില്ല, നവോമി ചിന്തിച്ച് കാണാനും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഉടനെ ചിലപ്പോൾ മടങ്ങി വന്നേനെ. എന്തായാലും എലിമേലേക്ക് അവിടെ മരിക്കുന്നു, അവർ പിന്നെ അവിടെ ജീവിക്കുന്നു, മക്കൾ വിവാഹം കഴിക്കുന്നു അല്ലേ. നമുക്കത് ബൈബിൾ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവർ 2 മക്കൾ വിവാഹം കഴിച്ചു. അതിനുശേഷം അവർ ഏകദേശം 10 സംവത്സരം അവിടെ താമസിച്ചു. പിന്നെ മഹ്ലോനും കില്യോനും മരിച്ചു. 10 വർഷം താമസിച്ചു, പിന്നെ മഹ്ലോനും കില്യോനും താമസിച്ചു. അപ്പോഴെപ്പോഴാണ് കൊയ്ത്ത് നടന്നത്? ഉടനെ നടന്നു ഇല്ല. അവര് ദൈവത്തെ മറന്ന് അവർ മോവാബ് ദേശത്ത് പോയി അല്ലേ. എലിമലേക്ക് മരിച്ച ശേഷം നവോമിക്ക് മനസ്സിലായില്ല, ഇതൊന്നും അടിയാന്നുള്ളതൊന്നും മനസ്സിലായില്ല. മക്കൾ വിവാഹം കഴിച്ചു. പിന്നീട് 10 വർഷം കഴിഞ്ഞ ശേഷമാണ് മഹ്ലോനും കില്യോനും അവിടെ മരിക്കുന്നത് അല്ലേ. അപ്പം അപ്പോഴായിരിക്കും ചിലപ്പോൾ നവോമിക്ക് പെട്ടെന്ന് മനസ്സിലായത്, ദൈവമേ ഇത് ദൈവം എന്നെ ശിക്ഷിക്കുന്നതാണ് പക്ഷേ മനസ്സിലായത്. അപ്പം നവോമി പെട്ടെന്ന് തീരുമാനം എടുത്തു അല്ലേ. എന്ത് ചെയ്തു? തിരിച്ച് പോകാനായിട്ട് തീരുമാനമെടുത്തു. നവോമി എന്താ പറയുന്നത്? എനിക്കെല്ലാം നഷ്ടമായി അല്ലേ, ഞാൻ ഭർത്താവും മക്കളും സന്തോഷിച്ച് ജീവിക്കാനായിട്ടാണ് ഇവിടെ എല്ലാം വിട്ടത് അല്ലേ, ദൈവത്തെ മറന്ന് ഞാൻ ആഹാരമുള്ള സ്ഥലത്തേക്ക് പോയി. പക്ഷേ ഇപ്പം ഞാൻ എല്ലാം നഷ്ടപ്പെട്ടു, എനിക്കൊന്നുമില്ല, എന്നെ മാറാന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് നവോമി തിരിച്ചു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പക്ഷെ കൊയ്ത്ത് നടന്ന എപ്പോഴാ? 10 വർഷമായിട്ട് ദൈവമോടൊന്നും അനങ്ങിയില്ല. ദൈവമൊക്കെ സുഖം തന്നെ ദൈവം അവർക്ക് സന്തോഷകരമായ ജീവിതം കൊടുത്തു. 10 വർഷം കഴിയുമ്പോൾ ദൈവം എന്ത് ചെയ്തു? കൊടുങ്കാറ്റ് അടുപ്പിക്കാനായിട്ട് അവിടെ തുടങ്ങിയതായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്നാൽ നമുക്ക് രൂത്തിനെ നോക്കാം.
അല്ലേ? രൂത്ത് എന്ത് ചെയ്തു? രൂത്ത് ശരിക്കും പറഞ്ഞാൽ വിതച്ച വിത്തിൻ്റെ ഫലമല്ല. ആ സ്ത്രീക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടത് രൂത്ത് തെറ്റ് ചെയ്തിട്ടാണോ? അല്ല. നവോമി അവരുടെ തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് പാവം രൂത്ത് വിധവയായിട്ട് അവിടെ തീർന്നത്. പക്ഷേ രൂത്ത് എന്ത് ചെയ്തത്? രൂത്ത് ഇവിടെ നല്ല വിധ നടത്തുന്നതായിട്ട് കാണും. രൂത്ത് എന്താ വിതച്ചത്? അല്ലേ? അവൾ താൻ അറിഞ്ഞ ദൈവത്തെ ഉപേക്ഷിക്കാനായിട്ട് അവൾ തയ്യാറായില്ല. നവോമി വിത്ത് വിതച്ചത് എന്താ? സുഖത്തിനും, അല്ലേ? സുഖത്തിനും അതിനുവേണ്ടി എന്ത് ചെയ്തു? നവോമി അറിഞ്ഞ ദൈവത്തെ ഉപേക്ഷിച്ചു. രൂത്ത് എന്ത് ചെയ്തു? ഈ കഷ്ടയുടെ മധ്യത്തിൽ രൂത്ത് എന്ത് ചെയ്തു? നല്ല വിധ നടത്തി. അവൾ എന്ത് ചെയ്ത്? അറിഞ്ഞ ദൈവത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അവളെ പറ്റി നോക്കിയാൽ അറിയാം, അവൾ വീട്ടുകാരെയും ചാർച്ചക്കാരെയും, അല്ലേ? നോക്കിയേ, ഒരു അന്യദേശത്ത് ചെന്നിട്ട് ഭർത്താവ് നഷ്ടപ്പെട്ടു, അല്ലേ? ഒരു പുതിയ സ്ഥലം, വീട്ടുകാരെ വിട്ടു, ചാർച്ചക്കാരെ എല്ലാവരെയും വിട്ട് അവൾക്ക് ഒന്നും അറിയത്തില്ല. അവൾ അറിയാവുന്ന മാത്രം എന്താ? ഈ ദൈവത്തെ പറ്റി മാത്രം അറിയാം. ഈ ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവൾ നല്ല വിധ നടത്തുകയാണ് ചെയ്തത്. നമുക്കറിയാം ദൈവം അവിടെ എന്താ പ്രവർത്തിച്ചത്, അല്ലേ? ദൈവം അറിയാം നല്ല വലിയൊരു കൊയ്ത്ത് കൊടുക്കുന്നു, അല്ലേ? ദൈവം അവളെ ആരുടെ വയലിലേക്കാണ് വിട്ടത്? ബോവസിൻ്റെ വയലിലേക്ക് ദൈവം അവളെ വിട്ടു. അതിനുശേഷം നല്ലൊരു കുടുംബജീവിതം അവൾക്ക് ദൈവം കൊടുത്തു. ഒരു ഓബേദ് എന്നുള്ള മകനെ ദൈവം കൊടുത്തു. ആ ഓബേദിൽ നിന്ന് ഇശായി ഉണ്ടായി, ഇശായിന് ദാവീദ് ഉണ്ടായി, അവസാനം യേശുവിൻ്റെ വല്യമ്മച്ചിയായി എന്നുള്ള പേര് അവൾക്ക് ലഭിച്ചു. കണ്ടോ? നോക്കിയാൽ ഒരമ്മായിമ്മയും ഒരു മരുമോളും, അല്ലേ? ഒരമ്മായിമ്മ ദൈവത്തെ അറിയാവുന്ന അമ്മായിമ്മ സുഖത്തിന് വേണ്ടി ദൈവത്തെ ഉപേക്ഷിച്ച് വിധ നടത്തി. അതിൻ്റെ ഫലം എന്താ? ഭർത്താവില്ല, അല്ലേ? രണ്ട് മക്കളില്ല, സ്വത്തുക്കളില്ല, എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം നിരാശ മാത്രം. തിരിച്ച് രൂത്തിനെ നോക്കിയേ, ഒന്നും അവൾക്കറിയത്തില്ല, ദൈവത്തെ മാത്രം ഒന്നും വിധ വിതച്ചു. ദൈവം എന്ത് ചെയ്തു? യേശുവിൻ്റെ വല്യമ്മച്ചി എന്നുള്ള പേര് അവൾക്ക് ലഭിച്ചു. നമുക്ക് നോക്കിയാൽ അറിയാം, ഈ കൊയ്ത്തൊന്നും ഉടനെയല്ല. രൂത്ത് യേശുവിൻ്റെ വല്യമ്മച്ചി ആയത് ഉടനെയാണോ? ആ പേര് ഉടനെ രൂത്ത് അല്ല, എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ആ പേര് അവൾക്ക് ലഭിച്ചത്. വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അത് കിട്ടിയത്. പക്ഷേ നവോമി വിതച്ചതും ഉടനെയല്ല. അതാ ഞാൻ പറഞ്ഞേ, ചിലപ്പോൾ കൊയ്ത്ത് നമുക്ക് നടക്കുന്നത്, നമ്മൾ വിതയ്ക്കുന്നെങ്കിലും കൊയ്ത്തിൽ വർഷങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളത് കണ്ണും കൊണ്ട് ചിലപ്പം കാണാനായിട്ട് കഴിയത്തില്ലായിരിക്കും. നമ്മുടെ തലമുറകളായിരിക്കും ചിലപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ പോകുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് വിതയ്ക്കുമ്പോൾ നമ്മൾ ആ കൊയ്ത്ത്, ആ നല്ല വിധം വിതച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? ചിലപ്പോൾ ഉടനെ ആയിരിക്കും ലഭിക്കുന്നത്, ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷേ ദൈവം എന്ത് ചെയ്യും? വലിയൊരു അനുഗ്രഹത്തിൻ്റെ കൊയ്ത്ത് ദൈവം നമുക്ക് നൽകും. വേറെ ഉദാഹരണമാണ് സുവിശേഷ വേല, അല്ലേ? നമുക്ക് നിരാശ ഉണ്ടാകുന്ന കാര്യം, നമ്മൾ വിത്ത് വിതയ്ക്കെങ്കിലും ചിലപ്പം ഒരു ഫലവും നമുക്ക് ലഭിക്കത്തില്ല. എന്നാൽ ചില സമയത്ത് അങ്ങനെ വിതയ്ക്കുന്ന ഉടനെ കുറേ കുടുംബങ്ങൾ രക്ഷിക്കപ്പെട്ടു വരും, അല്ലെ? നമുക്ക് ഭയങ്കര സന്തോഷം നമുക്കുണ്ടാകും. കാരണം എന്താ? നമ്മൾ വിത്ത് വിതച്ചു, കുറേ പേര് രക്ഷിക്കപ്പെട്ടു വന്നു ഒക്കെ ചെയ്തു. പക്ഷേ ചിലപ്പോൾ നമ്മൾ വിത്ത് വിതച്ചാൽ വർഷങ്ങൾ കാത്തിരുന്നാലും ചിലപ്പോൾ ഒരാൾ പോലും രക്ഷിക്കപ്പെടുന്നുമില്ല, സ്നാനപ്പെടുന്നുമില്ല, നമ്മുടെ സഭ വളരുന്നുമില്ല. നമുക്ക് എന്ത് തോന്നും? നമുക്ക് നിരാശ തോന്നും. പക്ഷേ അത് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്താ? യെശയ്യാവ് 55:11, യെശയ്യാവ് 55:11 എന്താ പറയുന്നത്? വചനത്തെ പറ്റി പറയുന്നത്, അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ വചനം വിതച്ചാൽ എന്ത് ചെയ്യും? അത് വെറുതെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി ചെലുത്തില്ല, എന്ത് ചെയ്യും? അത് അയച്ച കാര്യം സാധിപ്പിച്ചിട്ടേ മടങ്ങി വരികയുള്ളൂ. ഒരു ഉദാഹരണം, നടന്ന സംഭവം പറയാം. ആഫ്രിക്കയിലേക്ക് ഒരു മിഷണറി, അതിന് പേര് വായിച്ചാൽ പാടേക്ക് മനസ്സിലായില്ല, അവിടെ പേര് പറയുന്നില്ല. ഒരു മിഷണറി ഭാര്യയും ഭർത്താവും അവർ ആഫ്രിക്കയിലേക്ക് പോകാനായിട്ട് തീരുമാനമെടുത്തു. വളരെ വർഷങ്ങൾ പ്രാർത്ഥിച്ച് അങ്ങനെ തീരുമാനമെടുത്തു. അങ്ങനെ അവർ അവിടേക്ക് പോയി. പോകുന്ന വഴിയിൽ അവർ ഒരു എഡ്വേർഡ് എന്ന് പറഞ്ഞ വേറൊരു മിഷണറിയുടെ ഭവനത്തിൽ ചെന്നു. എന്നിട്ട് അവരിങ്ങനെ പറഞ്ഞു, ആ മിഷണറി പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് അവിടെ പോകുന്നത്, ഗ്രാമത്തിൽ പോകുന്നത്? നിങ്ങൾ ഇവിടെ വേല ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ പോകും, ഞങ്ങൾക്ക് പ്രാർത്ഥിച്ച് തീരുമാനമെടുത്ത് ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവരവിടെ പോയി. ആ ഗ്രാമത്തിൽ ചെന്നപ്പം ആ ഗ്രാമത്തിലെ മുഖ്യനായിട്ടുള്ള മനുഷ്യൻ ഒരു കാരണവശാലും ഇവിടെ താമസിക്കാനായിട്ട് സമ്മതിക്കത്തില്ല. അത് പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് താമസിക്കാൻ കഴിയുകയില്ല, കാരണം നിങ്ങളുടെ വിശ്വാസം ഇവിടെ പറയും, ഞങ്ങളുടെ ആൾക്കാരല്ല, ഞങ്ങളുടെ മതത്തിൽ നിന്ന് മാറിപ്പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പ്ലീഡ് ചെയ്ത് അവസാനം അവർ പറഞ്ഞു, ഒരു മൂലയ്ക്ക് ഞങ്ങളൊരു കുടിലുണ്ടാക്കി താമസിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ശരി, ആൾ പറഞ്ഞു, നിങ്ങൾ അവിടെ കുടിലുണ്ടാക്കി താമസിച്ചോളാം പറഞ്ഞു. അതിപ്പം ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് ആഹാരം വേണ്ടേ, അപ്പം ഞങ്ങൾക്ക് ആഴ്ചയിൽ 2-3 ദിവസം ഞങ്ങൾക്ക് ഇച്ചിരി പാലും മുട്ട ഇറച്ചി ഞങ്ങൾ എത്തിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എന്നാൽ ശരി, ഞാനൊരു ബാലനെ വിടാം, 10 മിനിറ്റ് സമയത്തുമ്പോൾ നിർത്താനായിട്ട് പാടില്ല നിങ്ങളവിടെ, അതിനുള്ളിൽ നിങ്ങൾ ആ സാധനം വാങ്ങിച്ചിട്ട് അവനെ വിട്ടോളാം എന്ന് പറഞ്ഞു. അങ്ങനെ സമ്മതിച്ചു. അങ്ങനെ ഈ ബാലൻ ആഴ്ച 2 ദിവസം വരും. 10 മിനിറ്റ് നിൽക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ 10 മിനിറ്റ് കൊണ്ട് ഇവരെന്ത് ചെയ്യും? എന്തൊക്കെയോ സുശേഷം കുറച്ച് അങ്ങനെ പറയും. പലയിടയ്ക്ക് ഈ ലേഡി പ്രഗ്നൻ്റ് ആയി. അതിനുശേഷം ഇവർക്ക് മലേറിയ പിടിപെട്ടു. ഒരു പെൺകുഞ്ഞ് ജന്മം നൽകി. പക്ഷേ ഈ സ്ത്രീ മരിച്ചുപോയി. അപ്പം ഈ ഭർത്താവ് ആപ്പാടെ നിരാശനായി. കാരണം എന്തേ? കൊച്ചു കുഞ്ഞ് കയ്യിൽ, അല്ലേ? അതുമല്ല ഈ ആഫ്രിക്കയിലെ ഗ്രാമത്തിലാണ് താമസിക്കുന്നത്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇയാൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. തിരിച്ചു പോയി എഡ്വേർഡിൻ്റെ വീട്ടിൽ ചെന്ന് ഈ കുഞ്ഞിനെ അവിടെ ഏൽപ്പിച്ച് പറഞ്ഞു, എനിക്ക് വളർത്താനായിട്ട് കഴിയത്തില്ല, നിങ്ങൾ എന്തോ ചെയ്തോളാം പറഞ്ഞ് കുഞ്ഞിനെ അവിടെ ഏൽപ്പിച്ചു. എഡ്വേർഡ് എന്ത് ചെയ്തു? വേറൊരു മിഷണറി ഈ കുട്ടിയെ അഡോപ്റ്റ് ചെയ്തു.
അഡോപ്റ്റ് ചെയ്ത് കുട്ടിയെ വളർത്തി. ഈ കുട്ടി വലുതായി വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചതും ഒരു മിഷണറി വിവാഹം കഴിച്ചത്, ഒരു ബൈബിൾ കോളേജിലെ പ്രൊഫസറിനെയാണ് വിവാഹം കഴിച്ചത്. അങ്ങനെ ഇവർക്കൊരു കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്യണമായിരുന്നു. അങ്ങനെ ഇവരവിടെ പോയി കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോഴത്തേനും ഈ പെൺകുട്ടി എന്ത് ചെയ്തു, ആ മനുഷ്യനടുത്ത് നിന്ന് ചോദിച്ചു, ഒരു ആഫ്രിക്കൻ അയാൾ ചോദിച്ചു, എവിടത്തെ സ്ഥലം എന്നൊക്കെ ചോദിച്ചപ്പം സ്ഥലം പറഞ്ഞപ്പം ഈ കുട്ടി പറഞ്ഞു, ഈ കുട്ടിയുടെ അപ്പൻ്റെ അമ്മയുടെ പേര് പറഞ്ഞു. ഇവരെ അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ദേവദാസൻ ചോദിച്ചു, അത് ആരാ? അപ്പോൾ പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയാന്ന് പറഞ്ഞു. ഓ, നിങ്ങളുടെ അപ്പനും അമ്മയാണോ? ഇവരാണ് എന്നോട് അന്ന് സുശേഷൻ പറഞ്ഞ ബാലനാണ് ഞാൻ. അന്ന് ഇവരോട് പറഞ്ഞ സുവിശേഷം ഞാൻ എന്തൊക്കെയും വിശ്വസിച്ചു. ഞാനതെന്ന് അവിടെ എൻ്റെ ഗ്രാമത്തിൽ എല്ലാവരോടും പറഞ്ഞു. ഇന്ന് ആ ഗ്രാമത്തിൽ ഒരൊറ്റ അവിശ്വാസി പോലും ഇല്ല, എല്ലാവരും വിശ്വാസികളാന്ന് പറഞ്ഞു. കണ്ടോ, എത്ര വർഷത്തിന് ശേഷമാണ് കൊയ്ത്ത് നടന്നത് അല്ലേ? അന്ന് 10 മിനിറ്റ് വിതച്ചു, ഇവർക്കത് കാണാനായിട്ട് കഴിഞ്ഞില്ല. സ്ത്രീ മരിച്ചുപോയി, ഇയാൾ നിരാശനായിട്ട് മടങ്ങിപ്പോന്നു. പക്ഷേ നോക്കി, വർഷങ്ങൾക്ക് ശേഷം കൊയ്ത്ത് എന്താ, ആ ഗ്രാമം മുഴുവൻ വിശ്വാസികളായിട്ട് തീർന്നു. അപ്പോൾ കൊയ്ത്ത് ഉടനെ നടന്നോ? ഇവർക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞോ? ഈ കഥയുടെ ബാക്കി ഭാഗം ഞാൻ വേറൊരു പോയിന്റിൽ പറയാം അതിൻ്റെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വിതച്ചാൽ കൊയ്ത്തുണ്ട്, പക്ഷെ നമ്മൾ എന്ത് മനസ്സിലാക്കണം, അത് ഉടനെ ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതിൽ 5ാമത് പറയാൻ ആഗ്രഹിക്കുന്നത്, വിത്ത് വിതച്ചാൽ പോരാ, അധ്വാനം കഴിച്ചാൽ മാത്രമേ കൊയ്ത്ത് ഉണ്ടാകുകയുള്ളൂ. വിത്ത് വിതച്ചാൽ പോരാ, അധ്വാനം കഴിച്ചാൽ മാത്രമേ കൊയ്ത്ത് ഉണ്ടാകുകയുള്ളൂ. 2 തിമോത്തിയോസ് 2:6 എന്താ പറയുന്നേ? അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത്. അതുകൊണ്ട് അധ്വാനിക്കുന്ന കൃഷിക്കാരൻ. അപ്പോൾ കൃഷിക്കാരൻ എന്ത് ചെയ്യണം? വിത്ത് വിതച്ചിട്ട് പോയാൽ പോരാ, ഒരു അധ്വാനം കഴിച്ചാൽ മാത്രമേ കൊയ്ത്ത് ഉണ്ടാകുകയുള്ളൂ. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വിത്ത് വിതച്ചു, നമ്മളത് അനുഭവിക്കത്തില്ലെന്ന് കണ്ടാൽ നമ്മൾ അധ്വാനിക്കാൻ മനസ്സ് തോന്നും ഇല്ല. ഞാനൊരു മാവിൻ്റെ നട്ട് കിട്ടും, ഇത് എനിക്കാരും ഞാനുള്ള കാലത്തായാലും മാങ്ങ പറിക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിന് അധ്വാനം കഴിക്കാൻ വലിയ മനസ്സൊന്നും നമുക്ക് തോന്നത്തില്ല അല്ലേ? പക്ഷേ എന്താ ബൈബിൾ പറഞ്ഞത്, എന്താ നമ്മളെ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ, മുഴുവനും അധ്വാനം നിറഞ്ഞ ഒരു ജീവിതമാണ്. ഈ അധ്വാനങ്ങളെല്ലാം ദൈവം എന്തായിട്ടാണ് കാണുന്നത്? ദൈവത്തിന് അർപ്പിക്കുന്ന യാഗമായിട്ടാണ് ദൈവം ഇതിനെ കാണുന്നത്. സങ്കീർത്തനം 126:5-6. സങ്കീർത്തനം 126:5-6. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു. കറ്റ് ചുമന്നും ആർത്തും കൊണ്ട് വരും. കണ്ണീരോടെ വിതയ്ക്കുന്നവൻ, കണ്ടോ, കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിതയ്ക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു അധ്വാനം കരയേണ്ടതായിട്ട് ചിലപ്പോൾ വരും. കാരണം എന്താ, സാത്താൻ എന്താ നോക്കുന്നത്? നന്മ വിതയ്ക്കുമ്പോൾ സാത്താൻ അടങ്ങിയിരിക്കുമോ? സാത്താൻ നശിപ്പിക്കാനായിട്ട് സാത്താൻ തീർച്ചയായിട്ടും അതിനകത്ത് ചെയ്യും, കളകളെ സാത്താൻ വളർത്തും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ കളകളെ കണ്ട് മനസ്സ് മടുത്താൽ നമ്മൾ എന്ത് ചെയ്യും, ഇനിയൊന്നും ചെയ്യുന്നില്ല, ആ കൃഷി അങ്ങനെ കിടക്കട്ടെ, മുഴുവൻ കളയാ അല്ലേ, ഞാൻ ഇത്രയും അധ്വാനിച്ച് വെറുതെ ആയെന്ന് പറഞ്ഞ് നമ്മളിരുന്നാൽ കൊയ്ത്ത് നമുക്ക് ലഭിക്കും. നമ്മൾ അധ്വാനം കഴിക്കണം. ആ കളയെല്ലാം എന്ത് ചെയ്യണം, വെട്ടി നശിപ്പിക്കുന്ന അധ്വാനം നമ്മൾ കഴിക്കണം. നമുക്കറിയാം, ഹന്നയെ നോക്കിക്കേ അല്ലേ. ഹന്ന എന്ത് ചെയ്തു? ഹന്ന വളരെ പ്രാർത്ഥിച്ചാണ് ഒരു കുഞ്ഞിനെ ലഭിച്ചത്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, 3 വയസ്സ് വരെ, ഏകദേശം അങ്ങനെ വ്യക്തമായിട്ട് പറയുന്നില്ല, എന്നാലും ഏകദേശം എല്ലാവരും പറഞ്ഞ 3 വയസ്സ്, അതായത് എന്താണ് 3 വയസ്സ് അതിൽ കൂടുതൽ എന്താണല്ലോ, കുട്ടി അയക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ഹന്നയെ ആ കുഞ്ഞിനെ ദേവാലയത്തിലേക്ക് കൊണ്ടു കൊടുക്കണം. നമുക്ക് കഴിയുമോ അല്ലേ? ഇപ്പം എൻ്റെ മോന് 3 വയസ്സ്, ഞാൻ ആ കുഞ്ഞിനെ കൊണ്ട് സ്ഥലത്ത് കൊണ്ടാക്കുക അല്ലേ. സ്കൂളിൽ വിടുമ്പോൾ തന്നെ നമുക്കറിയാം, ആ കുട്ടി കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെ സങ്കടം. ഒന്ന് നോക്കിയാൽ 3 വയസ്സുള്ള ആ കുഞ്ഞിനെ കൊണ്ട് ദേവാലയത്തിൽ കൊണ്ടുവിടുമോ? പിന്നെ കാണാൻ പറ്റുമോ? ഇന്നത്തെ പോലെ വണ്ടി സൗകര്യമൊന്നുമില്ല, വർഷത്തിൽ ഒന്നായിരിക്കും വല്ലതും കാണാനായിട്ട് പറ്റുന്ന നോക്കിയേ. ഇപ്പം ഹന്നയുടെ മനസ്സിൽ എന്ത്, ഹന്ന കണ്ണീരോടെ ആക്കിയ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ എന്ത് വിത്ത് വിതച്ചത്, ഒരു അധ്വാനം കഴിച്ചു കാണും. കാരണം എന്താ, ഏലിയുടെ മക്കൾ ചെയ്യുന്ന ദുഷ്പ്രവൃത്തികൾ ഹന്നയ്ക്ക് അറിയാം. ഹന്ന എന്ത് ചെയ്ത് കാണും? ഹന്ന കണ്ണീരോടുകൂടെ നല്ല അധ്വാനം കഴിച്ചു കാണും അല്ലേ. ആ 3 വർഷക്കാലം രാവും പകലില്ലാതെ ആ വചനം മുഴുവൻ എന്ത് ചെയ്ത് കാണും? കുഞ്ഞ് നടക്കുമ്പോഴിരിക്കുമ്പോഴെല്ലാം പറഞ്ഞു കൊടുത്ത് കാണും. മോനെ നീ പ്രമാണത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കാണും അല്ലേ. അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്ത് ഏലിയുടെ അവിടെ കൊണ്ട് വിടുകയാണ്. അതുകൊണ്ടല്ലേ നശിക്കാതിരുന്നത്. ആ 3 വയസ്സുള്ള പ്രായത്തിൽ ആ കുഞ്ഞിന് ഇത്രയും ആ മക്കൾ മറ്റേ ഏലിയുടെ മക്കൾ തെറ്റിപ്പോയിട്ട് പോലും നിൽക്കണമെങ്കിൽ ഹന്ന എന്തുമാത്രം അധ്വാനം കഴിച്ച് ആ ഹൃദയത്തിൽ വിത്ത് വിതച്ച് കാണും. അതിൻ്റെ ഫലമായിട്ടൊരു ശമൂവേൽ ബാലൻ ഉണ്ടായത്. മോശയെ നോക്കിക്കേ, മോശയുടെ കേസിലും അത് തന്നെ. എന്താണ്, ഒരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ കൊണ്ടിട്ടു. ഈ മോശ അവസാനം ഈ ഫറവോന്റെ ഇത് സുഖങ്ങളൊന്നും വേണ്ടെന്ന് വെച്ച് ദൈവത്തോടെ കഷ്ടം അനുഭവിക്കാൻ തിരഞ്ഞെടുത്തെങ്കിൽ അതിൻ്റെ പിറകെ അധ്വാനിച്ചത് ആരായിരിക്കും? ഈ അമ്മയായിരിക്കും. കാരണം എന്താ, ഈ അമ്മ ആ വചനം എല്ലാം പഠിപ്പിച്ച് വിട്ട് കാണും. മോനെ നീ അല്ല, നീ ദൈവത്തിൻ്റെ പുത്രനാണ് അല്ലേ, നീ ദൈവത്തിൻ്റെ പൈതലാണ്, നീ അവിടെ ചെല്ലുമ്പോൾ അവർ വിഗ്രഹാരാധന ചെയ്യാൻ പറയും അല്ലേ. തീർച്ചയായിട്ടും ഫറവോന്റെ കൊട്ടാരത്തിൽ ചെന്നപ്പം ഈ 3 വയസ്സ് കഴിഞ്ഞ് എന്താണ് നമ്മൾ ചിന്തിക്കാൻ മറന്നു പോകത്തില്ല ഇതൊക്കെ അല്ലേ. പിന്നീട് അവരെ നിയന്ത്രിക്കുന്നത്. പക്ഷെ അതിലെല്ലാം മോശപ്പെട്ടോ ഇല്ല. എന്തുകൊണ്ടാണ്? ഒരു കരഞ്ഞും കൊണ്ട് തീർച്ചയായിട്ടും ആ യോഹേബേദും കരഞ്ഞു കാണും. കാരണം തൻ്റെ കുഞ്ഞിനെ കൊണ്ടുവിടുകയാണ് അല്ലേ.
ഒന്ന് ഓർത്ത് നോക്കിയാൽ എനിക്ക് ആ രംഗം ഓർക്കുമ്പോൾ തന്നെ അല്ലേ നമ്മളെ കൊണ്ട് അവിടെ വിട്ടിട്ട് പോരുകയാണ്, ടാറ്റയും പറഞ്ഞ് പോരുകയാണ്. ആ കുഞ്ഞ് എന്തുമാത്രം കരഞ്ഞു കാണും അല്ലേ? അമ്മയെ പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞും കരഞ്ഞു കാണും, തീർച്ചയായിട്ടും അമ്മയും കരഞ്ഞു കാണും. പക്ഷേ അവൾ എന്ത് വിതച്ചു? ആ കരഞ്ഞുകൊണ്ട് ആ 3 വർഷക്കാലം, 3 എത്രയാണ് ആ വർഷക്കാലം, അവൾ നല്ല വിത്ത് വിതച്ചു. അതിൻ്റെ ഇതായിട്ട് എന്ത് ചെയ്തു? ദൈവം നല്ലൊരു ശമൂവേൽ ബാലിനെയും ഒരു മോശയും എഴുന്നേൽപ്പിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പം അല്ലെ സഭയിലൊക്കെ പല ഡിഫിക്കൽട്ടീസും. എന്നാൽ വേറെ കരയാത്ത 2 പേരെ പറയട്ടെ. തെറ്റ് ചെയ്തപ്പോൾ ഈ കുഞ്ഞുങ്ങൾ എന്തായാലും കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്തപ്പോൾ ഒരു അധ്വാനം കഴിക്കണമെന്ന് പറഞ്ഞു. നമുക്കറിയാം ഏലിയുടെ മക്കൾ അല്ലേ, ദാവീദ് എന്താ ചെയ്തത്? ഏലിയെ പറ്റി പറയുന്നതാണ് 1 ശമൂവേൽ 3:13. പുത്രന്മാർ ദൈവദൂഷണം പറയുന്നത് കേട്ടിട്ടും അവരെ ശാസിച്ച് അമർത്തിയില്ല. എന്നാൽ 1 രാജാക്കന്മാർ 1:6 പറയുന്നു, ദാവീദിനെ പറ്റി പറഞ്ഞു, അവനെ മുഷിപ്പിക്കരുതെന്ന് വെച്ചിട്ട് ദാവീദ് എന്ത് ചെയ്ത്? ആ തെറ്റ് തിരുത്തിയില്ല അല്ലേ? ഞാൻ പറഞ്ഞു, ഒരു അധ്വാനം, ഒരു തെറ്റി പോകുന്നത് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു അധ്വാനം കഴിക്കാൻ വയ്യ. കാരണം എന്താ? ഒരു വേദന, ഒരു കണ്ണീരും ഇല്ലേ? മക്കൾ ടീനേജ് പ്രായം തെറ്റി പോകുമ്പം നമ്മൾ മോനെ തെറ്റാന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? വേണ്ട, അവരെ എനിക്ക് വയ്യ, ഇനി പാവപ്പാടെ പ്രശ്നമാവും, ഉണ്ടാതങ്ങ് ഇരുന്നേക്കാന്ന് പറയും. പക്ഷേ അങ്ങനെ ചെയ്ത ഏലിയും ദാവീദിന്റെ മക്കൾ എന്ത് ചെയ്തു? തെറ്റിപ്പോയി. നമ്മളെന്ത് ചെയ്യണം? നമ്മൾ വേഗത്തോടെ പറഞ്ഞു കൊടുക്കുക തന്നെ വേണം അല്ലേ? ചിലപ്പോൾ നമ്മൾ കരഞ്ഞും കൊണ്ട് ദിവസത്തിൽ ആ അധ്വാനം കഴിക്കേണ്ടതായിട്ട് വരും, അവരുടെ മുമ്പിൽ അധ്വാനം കഴിക്കേണ്ടതായിട്ട് വരും, ദൈവവചനം പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്താൽ ദൈവം എന്ത് ചെയ്യും? ദൈവം ഇന്നോ നാളെ ഒരു കൊയ്ത്ത് നമുക്ക് തരും. പക്ഷെ നമ്മൾ ഈ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് വേണ്ട, മുഷിപ്പിക്കണ്ട, ഇനിയിപ്പം വീട്ടിൽ വീട്ടിൽ സമാധാനം കാണത്തില്ല, ഒന്ന് ദേഷ്യപ്പെടും അല്ലേ, പിണങ്ങിയിരിക്കും, പിന്നെ അതൊന്നും കാണാൻ എനിക്ക് വയ്യെന്നും പറഞ്ഞ് നമ്മൾ അധ്വാനം കഴിക്കാതിരുന്നാൽ എന്ത് ചെയ്യും? നമ്മുടെ മക്കൾ നശിച്ചു, ഏലിയുടെ മക്കളെ പോലെ നശിച്ചു പോകും. നമുക്ക് ഏതാ വേണ്ടത് അല്ലേ? നമുക്ക് അധ്വാനം കഴിക്കണം. അധ്വാനം കഴിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ദൈവം നമുക്ക് അതിൻ്റെ കൊയ്ത്തിൻ്റെ അനുഭവം നമുക്ക് തരികയുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ വളരെ പാടല്ലേ, ആ കുഞ്ഞുങ്ങൾ ആ ഒരു പ്രായം കഴിഞ്ഞാൽ വളരെ പാടാണല്ലേ, അവർക്ക് അതൊക്കെ ആ ഇൻഫ്ലുവൻസസ് ഒക്കെ ഇപ്പോൾ സഭയിൽ നിന്നുള്ളവർ തന്നെ ചെയ്ത് തെറ്റായ ശീലങ്ങളായിരിക്കും അവർ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഹന്ന ചെയ്തതുപോലെ എന്ത് ചെയ്യണം? കഴിയുമെങ്കിൽ ഏറ്റവും അല്ലേ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഞാൻ 3 വയസ്സായി, ഞാൻ അത്രയൊന്നും ചെയ്തിട്ടൊന്നുമില്ല അല്ലേ. ഞങ്ങൾക്ക് എന്തുമാത്രം ഈ ഹന്ന അധ്വാനിച്ച്, മോശയുടെ അമ്മയൊക്കെ അധ്വാനിച്ച് കാണും. നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ, നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണ് അവർ പലപ്പോഴും അത് പഠിക്കാനായിട്ട് കഴിയും. നമ്മൾ അധ്വാനം കഴിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു കൊയ്ത്ത് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി 6ാമത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു കൊയ്ത്ത് വരുന്നുണ്ടെന്ന സത്യത്തെ നാം സംശയദൃഷ്ടിയോടെ കാണാനായിട്ട് പാടില്ല. ഒരു കൊയ്ത്ത് വരുന്നുണ്ട് എന്ന സത്യത്തെ നാം സംശയദൃഷ്ടിയോടെ കാണാനായിട്ട് പാടില്ല. ആരംഭത്തിൽ പറഞ്ഞ വാക്യം ഒന്നുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണെന്ത്? ഗലാത്യർ 6-ാം അധ്യായം 7-ാം വാക്യം, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അത് പറഞ്ഞത് ആരാ? ദൈവമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സംശയിക്കേണ്ട ആവശ്യമുണ്ടോ? വിതച്ചാൽ കൊയ്യുന്നു ഉറപ്പായിട്ട് ദൈവം പറഞ്ഞിരിക്കുകയാണ്. അവിടെ നമ്മൾ ഒരിക്കലും സംശയിക്കേണ്ട ആവശ്യമില്ല. വിതച്ചാൽ ഒരു കൊയ്ത്ത് ഉണ്ട്. നമ്മുടെ സാഹചര്യങ്ങൾ എന്തും ആകട്ടെ, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പറയും, എനിക്കൊന്നുമില്ല വിതയ്ക്കാനായിട്ട്, എൻ്റെ പൈസയൊന്നുമില്ല അല്ലേ, ആ പടെ 10 രൂപ ഇതെന്താ വിതയ്ക്കാനാ? അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നത് എന്താണോ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ കഴിവാണെങ്കിലും നമ്മുടെ ആരോഗ്യമാണെങ്കിലും എന്താണ് നമ്മൾ വിതയ്ക്കുക? ഒരു കൊയ്ത്ത് തീർച്ചയായിട്ടും ഉണ്ടാകും അല്ലേ? ഗലാത്യർ 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, നന്മ ചെയ്യുകയിൽ നാം അടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് കൊയ്യും. നമ്മൾ കൊയ്ത്ത് കാണുമെന്ന് സംശയം തളർന്നു പോയാൽ കൊയ്യാൻ പറ്റുമോ? ഇല്ല. കൊയ്ത്ത് എല്ലാം നല്ല വിളഞ്ഞു കിടക്കുക, ഒരു കാറ്റ് വരുന്ന കണ്ടോ, അയ്യോ എൻ്റെ മനസ്സ് മടുത്തു, ഞാൻ ചെയ്യുന്നില്ല, എല്ലാം പോയൊന്നുമില്ല, പോകുന്നു പറഞ്ഞ് നമ്മൾ നിരാശരായിട്ട് നമ്മൾ കയറി കിടന്നാൽ കൊയ്ത്ത് നടക്കുമോ? ഇല്ല. തളർന്നു പോകാഞ്ഞാൽ മാത്രമേ നമുക്ക് കൊയ്യാനായിട്ട് കഴിയുള്ളൂ. ചിലപ്പോൾ നമ്മൾ വിത്ത് വിതച്ചു, നമ്മൾ ഒത്തിരി കരഞ്ഞു കാണും, ഒത്തിരി അധ്വാനം കഴിച്ചു കാണും. പക്ഷേ നമ്മളിങ്ങനെ കളകൾ വളർന്നു വരുന്നു, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ സഭയിലെ വിശ്വാസികൾ പോകുന്നില്ല, നമ്മുടെ മക്കൾ പോകുന്നില്ല, നമ്മുടെ സാഹചര്യങ്ങൾ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സങ്ങ് ചിലപ്പം മടുത്തു പോകും. എനിക്കറിയാവുന്ന കുടുംബം ഉണ്ട്, ഞങ്ങളുടെ സഭയിലുണ്ടായിരുന്ന അവർ ഇതുപോലെ ഒരു ഇറങ്ങി. പക്ഷേ അവർ കുറച്ച് കഴിയുമ്പോഴത്തേനും അവരെന്താ പറഞ്ഞത്? പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, ദൈവം ഒരു കഴിവില്ലാത്ത ദൈവമാണ്, ദൈവം ഞാൻ ഇത്രയും ദൈവം ഒരു അനുഗ്രഹം തന്നില്ലെന്ന് പറഞ്ഞ് പിന്മാറ്റത്തിലേക്ക് പോയി. പിന്നെ അവരെങ്ങനെ കൊയ്യും? അവരെന്താ കൊടുങ്കാറ്റാണ് അവർ കൊയ്യാനായിട്ട് പോകുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ മിഷണറിയുടെ കഥ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞ ആ മനുഷ്യൻ അല്ലേ, ആ മനുഷ്യൻ എന്തുകൊണ്ട് ഈ കൊയ്ത്ത് കാണാൻ കഴിയാഞ്ഞത്? ഈ മനുഷ്യൻ നിരാശനായി തീർന്നു. കാരണം എന്താ? ദൈവത്തെ മാനിച്ച് ഞാൻ ആഫ്രിക്കയിലേക്ക് പോയി, എൻ്റെ ഭാര്യ മരിച്ചു, എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ അവസാനം ഒരു വലിയ മദ്യപാനിയായി തീർന്നു. ദൈവത്തെ മറന്ന് ഒരു മദ്യപാനായി തീർന്നു. അതുകൊണ്ടാണ് ഈ കൊയ്ത്ത് കാണാനായിട്ട് കഴിയും. അവസാനം പിന്നെ ഈ പെൺകുട്ടി എന്ത് ചെയ്തു? പെൺകുട്ടി ഈ മനുഷ്യനെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് ആ മനുഷ്യനെ അടുക്കൽ ചെന്നു. പിന്നെ ദൈവവചനമൊക്കെ പറഞ്ഞ് അയാൾ പിന്നെ തിരിച്ച് അയാൾ മടങ്ങി വന്നു. ഏതായാലും ഈ സംഭവം അയാൾക്ക് അറിയാനായിട്ട്, ഈ കൊയ്ത്ത് അയാൾക്ക് അറിയാനായിട്ട് ദൈവം ഒരു അവസരം കൊടുത്തു. അപ്പം നമ്മൾ നിരാശപ്പെട്ടാൽ നമുക്ക് പറ്റുമോ? വിതയ്ക്കാനായിട്ട് പറ്റുമോ? വിത്ത്
വിത്ത് വിതയ്ക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ നമുക്ക് കൊയ്ത്തൊരിക്കലും നടക്കത്തില്ല. അപ്പോൾ സഹോദരിമായ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ദൈവം തന്ന അവസരങ്ങൾ അല്ലേ, നല്ല വിധം നടത്തുക, അതിഥിസൽക്കാരം ചെയ്യുക അല്ലേ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അധ്വാനം കഴിക്കണം. നമുക്കറിയാം ബൈബിൾ അതിഥിസൽക്കാരം നടത്തിയപ്പോൾ ദൈവം എന്താ കൊയ്ത്ത് കൊടുത്തേ? ആ ശൂന്യംകാരത്തി എന്ത് ചെയ്തു അല്ലേ? അതെൻ്റെ വീട് വെച്ചു, ആ ദേവദാസിനെ സൽക്കരിച്ചു. ഒരു കുഞ്ഞിനെ അവിടെ കൊടുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. സാറയ്ക്ക് എന്ത്? സാർ അതിഥിസൽക്കാരം ചെയ്തു അല്ലേ? പെട്ടെന്നൊരു ഗസ്റ്റ് വന്നപ്പോൾ അധ്വാനമില്ലേ? പെട്ടെന്ന് ഇതിനൊക്കെ അറുത്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? അല്ല. പക്ഷേ തൻ്റെ ശരീരം കൊണ്ട് അധ്വാനം കഴിച്ചു. സാറയ്ക്ക് ഒരു മകനെ ദൈവം കൊടുത്തു. സൽപ്രവൃത്തി ചെയ്ത അല്ല പത്രോസിൻ്റെ അമ്മായിയമ്മയെ അറിയാം. പത്രോസിൻ്റെ അമ്മായിയമ്മ ആ ശിഷ്യന്മാർക്കെല്ലാം ആഹാരമൊക്കെ വിളമ്പി യേശുവിനും കൊടുത്തു. അവസാനം രോഗിയായി കിടന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? സൗഖ്യം. അതൊക്കെ കൊയ്ത്തല്ലേ അല്ലേ? രോഗിയായി ജനം കണ്ട് മരിച്ചു പോകാമായിരുന്നു. പക്ഷെ ദൈവം എന്താ ചെയ്തത്? എന്തുകൊണ്ടാണ് ചെയ്തത്? ദൈവം നോക്കിയപ്പോൾ അവൾ എനിക്ക് വേണ്ടി അവളുടെ ശരീരം കൊണ്ടും അവളുടെ ഇതുകൊണ്ട് അധ്വാനിച്ചു. ദൈവം എന്ത് ചെയ്തു? അവൾക്ക് രോഗസൗഖ്യം കൊടുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. തബീതയെ നോക്കിയേ. തബീത തനിക്കുള്ളത് വെച്ച് അധ്വാനം കഴിച്ച് തയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമല്ല. സൽപ്രവൃത്തി അത്രയും പേര് കരയണമെങ്കിൽ അന്യമായ ഫീസ് വാങ്ങിച്ച് തയ്ച്ചു കൊടുത്ത് ആരും കരയാനായിട്ട് പോകുന്നില്ല അല്ലേ? അത്രയും പേര് അവിടെ കരയണമെങ്കിൽ തീർച്ചയായിട്ടും തബീത ഒന്നെങ്കിലും ഫ്രീ ആയിട്ട് തയ്ച്ചു കൊടുത്ത് കാണും, എന്തെങ്കിലും ചെയ്തു പോകണം. ദൈവം എന്ത് ചെയ്തു? അവൾ മരിച്ചപ്പോൾ ദൈവം അവളെ ഉയർപ്പിച്ചു. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അവർ ഒരു അധ്വാനം കഴിച്ചു. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന സഹോദരന്മാരെയും സഹോദരിമാരെയും കാണാം. ചിലപ്പോൾ ഒരേ പ്രായമുള്ളവരായിരിക്കും. ഇപ്പം 60 വയസ്സ് ഉള്ള 2 പേര്. ഒരാൾ അധികം അധ്വാനിക്കുന്നൊന്നുമില്ല ദൈവത്തിന് വേണ്ടി, ഒരാൾ പക്ഷെ വളരെ അധ്വാനിക്കുന്നു. എന്നാൽ 2 പേർക്ക് ഏകദേശം ഒരേ രോഗങ്ങളായിരിക്കും ഉള്ളത്. പക്ഷെ ഞാൻ മിക്കവാറും കണ്ടുള്ള കാര്യം എന്താ? ഈ അധ്വാനിക്കാത്തവർ എപ്പോഴും അയ്യോ വയ്യേ 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 എന്ന് പറഞ്ഞ് കിടക്കുന്നു, അവിടെ ചെന്ന് ഇവിടെ കഴിയുന്നു. ഇതേ രോഗമുള്ള ശുശ്രൂഷ ചെയ്യുന്നവരെ കാണാനറിയാം. എനിക്കതിൽ അത് ആരോ വയ്യെങ്കിലും ദൈവം എന്ത് ചെയ്യും? അവരെല്ലാം മീറ്റിങ്ങുകൾക്ക് അവരെ അവിടെ കാണാം അല്ലെ, അവരെ ഓടി നടക്കുന്നു. പക്ഷേ ഒരു ശകലം പോലും അവർക്ക് സുഖമില്ല. എന്താ? ദൈവം ആ കൃപ നൽകുന്നത്, ദൈവം ഒരു കൊയ്ത്ത് നൽകുന്നതാണ്. എന്താ? സുഖമില്ല, ആരോഗ്യം ഇല്ലെങ്കിലും ആരോഗ്യത്തിന് ഇല്ലായ്മയുടെ മധ്യ കൃപ ദൈവം, അതൊരു കൊയ്ത്ത അല്ലേ? അല്ല മറ്റൊരു മിക്കവാറും ഞാൻ കണ്ടോ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഇത്രയേ ഉള്ള അസുഖം, പക്ഷേ അയ്യോ വയ്യേ വയ്യെന്ന് പറഞ്ഞ് അല്ലേ എപ്പോഴും കിടപ്പും പരാതി പറച്ചിലും പിറുപിറുപ്പും. മറ്റുള്ളവർ ഇത്രയും രോഗവും ഈ മരുന്നുകളെല്ലാം കഴിച്ചാലും അവരവിടെ ആക്റ്റീവായിട്ട് ഓടി നടക്കുന്നത്. എന്തുകൊണ്ടാണ്? ദൈവം ഒരു കൊയ്ത്ത് അവിടെ നൽകുന്നത്. അപ്പം നമ്മൾ വിതച്ചാൽ ദൈവം എന്ത് ചെയ്യും? തീർച്ചയായിട്ടും ഒരു കൊയ്ത്ത് നമുക്ക് ദൈവം നൽകുന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? നമ്മൾ വിതച്ചാൽ ഒരു കൊയ്ത്ത് നമുക്ക് ഉണ്ട്. അതുപോലെ വേറൊരു കാര്യം, നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും അല്ലേ, എന്താ ഞാൻ ഇത്രയും നാൾ കത്താൻ വേണ്ടി ചെയ്തു, ഈ ഒരു തെറ്റ് ചെയ്തല്ലേ ദൈവം അതങ്ങ് ക്ഷമിക്കുമായിരിക്കും. ഇല്ല. മോശയെ നോക്കിയേ, പാവം ഈ ഇസ്രായേൽ മക്കളെ മുഴുവൻ അല്ലേ കൊണ്ട് നടന്ന് സൗമ്യനായ മനുഷ്യന് പേര് കയറ്റി. പക്ഷേ ഒരു അനുസരണക്കേട് കാണിച്ചപ്പോൾ എന്ത് ചെയ്താൽ കനാൻ ദേശം കാണാൻ പോലും ദൈവം അനുവദിച്ചോ? പ്ലീഡ് ചെയ്തു അല്ലേ, ഒന്ന് കാണിക്കാമോ അല്ലേ, ഞാൻ ഒന്ന് കയറിക്കോട്ടെ. ദൈവം പറഞ്ഞില്ലെന്നോ. കാരണം എന്താ? നീ വിതച്ചു, നീ അത് കൊയ്തേ മതിയാകത്തുള്ളൂ. ദാവീദ് നോക്കിയേ, ഹൃദയത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത്രയും പേര് കിട്ടിയ മനുഷ്യനെ ആ തെറ്റ് ചെയ്തപ്പോൾ ദൈവം വെറുതെ വിട്ടോ? വെറുതെ വിട്ടെന്നല്ല, ഒരു കുഞ്ഞു മരിച്ചു, അതുകൊണ്ട് ദൈവം വിട്ടില്ല. തലമുറകൾ ഇങ്ങനെ ദൈവം മരണവും അതും ഇതും അനുവദിക്കുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഇത്രയും ഞാൻ ചെയ്തതല്ലേ, തെറ്റ് ചെയ്തു പോയി, ദൈവം അത് ക്ഷമിക്കുമായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കേണ്ട, ദൈവം തെറ്റ് ചെയ്താൽ ദൈവം കൊടുങ്കാറ്റ് തന്നെ അടുപ്പിക്കും. എന്നാൽ നമ്മൾ തിരിച്ചും നമ്മൾ നന്മ ചെയ്താൽ അല്ലേ, നമുക്കുള്ള സാഹചര്യങ്ങൾ ഏറ്റവും മിനിമം ആയിക്കോട്ടെ. യൂത്തിനെ പോലെ ദൈവത്തെപ്പറ്റി കൂടുതലൊന്നും അറിയത്തില്ലായിരിക്കാം, പക്ഷെ ശരിയായ തീരുമാനമെടുത്ത് നല്ല വിധവതച്ചാൽ യൂത്തിനെ പോലെ, അബ്രഹാമിനെ പോലെ, ഹന്നയെ പോലെ, യോക്കേബേദിനെ പോലെ അല്ലേ, തിമോത്തിയോസിൻ്റെയൊക്കെ അമ്മയെ പോലെ നമ്മൾ നല്ല വിധവതച്ചാൽ ദൈവം എന്ത് ചെയ്യും? നല്ലൊരു കൊയ്ത്ത് നമുക്ക് നൽകും. നമ്മുടെ തലമുറകൾ ഇനിയും ഒരുപക്ഷെ നമ്മൾ ഭൗതികമായ തീരുമാനമെടുത്ത തലമുറകൾ ഭൗതികമായി അനുഗ്രഹിക്കപ്പെട്ടേക്കാം. കുറേ കാറുകൾ ഇവിടെ കണ്ടേക്കാം, പക്ഷേ ഒരു ആൾ പോലും ഇവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യാനായിട്ട് തലമുറയിൽ ഒരാൾ പോലും ചിലപ്പം കാണത്തില്ല. ചിലപ്പോൾ നമ്മൾ മറ്റ് സഭകളിൽ നിന്ന് ആൾക്കാരെ വിളിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഭൗതികമായിട്ട് മാത്രം അനുഗ്രഹിക്കുന്ന നല്ല അനുഗ്രഹം എന്ന് പറഞ്ഞത് നമ്മുടെ തലമുറകളിൽ ദേവദാസന്മാരും ഒക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇന്നൊരു വിത്ത് വിതയ്ക്കണം അല്ലേ, അധ്വാനം കഴിക്കണം. കളകൾ വരും, നിരാശപ്പെട്ടു പോകാനായിട്ട് പാടില്ല, മധ്യത്തിലും പിടിച്ച് നമ്മൾ നിൽക്കണം. അങ്ങനെ നിന്നാൽ എന്ത് ചെയ്യും? ദൈവം വലിയൊരു കൊയ്ത്ത് നമുക്ക് നൽകും അല്ലേ. അവിടെ നാളെ നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഇന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നാളത്തെ നമ്മുടെ അനുഗ്രഹം. ഇന്ന് നമ്മൾ എന്ത് വിത്ത് വിതയ്ക്കുന്ന അനുസരിച്ചാണ് നമുക്ക് നാളെ ഒരു ഫലം ഉണ്ടാകാനായിട്ട് പോകുന്നത് അല്ലേ. അപ്പം നമ്മൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഓർക്കാൻ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ഞാൻ പലരെയും കണ്ടു. കുറച്ച് ഈ അടുത്ത നാളുകളിൽ 2-3-4 പേര് പറഞ്ഞു കേട്ടു, അവർക്ക് അങ്ങനെ ഇങ്ങനെ വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. പക്ഷേ അവർക്ക് ഇന്ന് അതൊക്കെ വിട്ടു. പക്ഷേ ഇന്ന് വിവാഹം കഴിക്കുന്നവർക്ക് ഭയമാണ്. അവർ പറഞ്ഞത് ഇതിങ്ങനെ പേടി, ഇത് മനസ്സിൽ നിന്ന് അങ്ങോട്ട് അവർക്ക് മാറുന്നില്ല. അപ്പോൾ അവരെന്താ വിത്ത് വിതച്ചതിൻ്റെ അവരിന്ന് വിട്ടെങ്കിലും ഒരു കൊയ്യുമല്ലേ.
വിവാഹം കഴിക്കാനായിട്ട് പോലും അവർക്ക് പറ്റുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളും ഞാൻ പറഞ്ഞു, അവർ നിങ്ങളെ ഈ നല്ല പ്രായത്തിൽ നല്ല വിത വിതയ്ക്കുക. തെറ്റായ വിത വിതച്ച് നമ്മൾ വിട്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ ആ കോൺസിക്വൻസ് നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. നല്ല വിത്ത് വിതച്ചാൽ നല്ല തലമുറ നമുക്ക് ലഭിക്കാം, നമ്മുടെ സഭയൊക്കെ അനുഗ്രഹിക്കപ്പെടും. ധാരാളം സുവിശേഷ വേലക്കാരും അല്ലെങ്കിൽ നല്ല വചനം പ്രസംഗിക്കുന്നവരും ദൈവത്തിന് കൊടുക്കുന്നവരും സൽപ്രവൃത്തികൾ ചെയ്യുന്നതായിട്ട് അല്ല വരും. അല്ലെങ്കിൽ നമ്മൾ ഭൗതികമായിട്ട് ചിലപ്പം ദൈവം നമ്മളെ നമ്മുടെ മാതാപിതാക്കൾ അനുസരിച്ചതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ നമ്മൾ അനുഗ്രഹിച്ചെന്ന് വരാം. പക്ഷെ അത് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇന്നൊരു തീരുമാനം എടുക്കണം. ഞാൻ നല്ലൊരു വിത്ത് വിതയ്ക്കും, ഞാൻ അധ്വാനം കഴിക്കും, ഞാൻ കണ്ണീരൊഴുക്കും. എൻ്റെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോയി ഞാൻ എലിയെ പോലെ മിണ്ടാതിരിക്കുകയില്ല, ഞാൻ അവരെ ശാസിക്കാം, അതിന് കുറച്ച് കണ്ണീരൊഴുക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞ് നമ്മൾ നല്ല വിത വിതച്ചാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ സഭകളും തലമുറകളൊക്കെ അനുഗ്രഹിക്കപ്പെടും. ദൈവം നമ്മളെ സഹായിക്കും.